നാരായണ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ശ്രീനാഥ നാരായണ വാസുദേവ. 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 സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ച അർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാ ദാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഗമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം. മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേദമപേദകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാതരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിര്യൈമാ പുരോ വിഭുഃ നിർമായശേതേ യദമുഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ.
സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനി നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമോ നാരായണായ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണ നാരായണ. ശ്രീമദ് ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് ഏവർക്കും സുസ്വാഗതം. പ്രഥമസ്കന്ധത്തിലെ 9-ാം അധ്യായമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭീഷ്മസ്തുതി എന്ന പ്രധാനമായിട്ടുള്ള ഭാഗമാണ്. ഭീഷ്മരുടെ സ്തുതി ആരംഭിക്കണമേ ഉള്ളൂ. 32-ാമത്തെ ശ്ലോകം മുതൽക്കാണ് ഭീഷ്മസ്തുതി. അതുവരെ അതിൻ്റെ പശ്ചാത്തലമായിട്ടുള്ള കാര്യങ്ങളാണ് വർണ്ണിക്കുന്നത്. നമ്മൾ 14-ാം ശ്ലോകം വരെയാണ് ഇന്നലെ കണ്ടത്. ഇന്ന് തുടർന്ന് കാണാം. എന്തായാലും 1 മുതൽ 31 വരെയുള്ള ശ്ലോകങ്ങൾ ഒന്നുകൂടെ വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ശ്രീമദ്ഭാഗവതേ പ്രഥമസ്കന്ധേ 9-മോऽധ്യായഃ. സൂത ഉവാച ഇതി ഭീതഃ പ്രജാദ്രോഹാദ് സർവധർമ്മവിവിൽസയാ തതോ വിനശനം പ്രാഗാദ് യത്ര ദേവവ്രതോ അപതത് തദാ തേ ഭ്രാതരഃ സർവേ സദശ്വൈഃ സ്വർണഭൂഷിതൈഃ അന്വഗച്ഛൻ രഥൈർവിപ്രാഃ വ്യാസധൗമ്യാദയസ്തദാ. ഭഗവാനപി വിപ്രർഷേ രഥേന സധനഞ്ജയഃ സതൈർവ്യരോചത നൃപഃ കുബേരൈവ ഗുഹ്യകൈഃ. ദൃഷ്ട്വാ നിപതിതം ഭൂമൗ ദിവശ്ച്യുതമിവാമരം പ്രണേമുഃ പാണ്ഡവാ ഭീഷ്മം സാനുഗാഃ സഹചക്രിണാ. തത്ര ബ്രഹ്മർഷയഃ സർവേ ദേവർഷയശ്ച സത്തമ രാജർഷയശ്ച തത്രാസൻ ദ്രഷ്ടും ഭരതപുംഗവം. പർവതോ നാരദോ ധൗമ്യോ ഭഗവാൻ ബാദരായണഃ ബൃഹദശ്വോ ഭരദ്വാജഃ സശിഷ്യോ രേണുകാസുതഃ. വസിഷ്ഠ ഇന്ദ്രപ്രമദഃ ത്രിതോ ഗൃത്സമദോസിതഃ കക്ഷീവാൻ ഗൗതമോത്രിശ്ച കൗശികോദ സുദർശനഃ. അന്യേ ച മുനയോ ബ്രഹ്മൻ ബ്രഹ്മരാദാദയോ മലാഃ ശിഷ്യൈരുപേതാ ആജഗ്മുഃ കശ്യപാംഗിരസാദയഃ. താൻ സമേതാൻ മഹാഭാഗാൻ ഉപലഭ്യ വസൂത്തമഃ പൂജയാമാസ ധർമ്മജ്ഞോ ദേശകാലവിഭാഗവിത്. കൃഷ്ണം ച തത്പ്രഭാവജ്ഞഃ ആസീനം ജഗദീശ്വരം ഹൃദിസ്ഥം പൂജയാമാസ മായയോപാത്തവിഗ്രഹം. പാണ്ഡുപുത്രാൻ ഉപാസീനാൻ പ്രശ്രയ പ്രേമസംഗതാൻ അഭ്യാചഷ്ടാനുരാഗാശ്രൈഃ അന്ധീഭൂതേന ചക്ഷുഷാ. അഹോ കഷ്ടം അഹോ അന്യായ്യം യദ്യൂയം ധർമ്മനന്ദനാഃ ജീവിതും നാർഹത ക്ലിഷ്ടം വിപ്രധർമാച്യുതാശ്രയാഃ.
സംസ്ഥിതേ അതിരഥേ പാണ്ഡൗ വൃഥാ ബാലപ്രജാവധൂഃ യുഷ്മത്കൃതേ ബഹൂൻ ക്ലേശാൻ പ്രാപ്താ തോകവതീ മുഹുഃ സർവം കാലകൃതം മന്യേ ഭവതാം ച യദപ്രിയം സപാലോ യദ്വശേ ലോകോ വായോരിവ ഘനാവലിഃ യത്ര ധർമ്മസുതോ രാജാ ഗദാപാണിർവൃഗോദരഃ കൃഷ്ണോ അസ്ത്രീ ഗാണ്ഡീവം ചാപം സുഹൃത്കൃഷ്ണസ്തതോ വിപത് ന ഹ്യസ്യ ഗർഹിചിദ് രാജൻ പുമാൻ വേദ വിധിൽസിതം യദ് വിജിജ്ഞാസയാ യുക്താഃ മുഹ്യന്തി കവയോപി തസ്മാദിദം ദൈവതന്ത്രം വ്യവസ്യ ഭരതർഷഭ തസ്യാനുവിഹിതോ അനാദാ നാദപാഹി പ്രജാഃ പ്രഭോ യേശ വൈ ഭഗവാൻ സാക്ഷാത് ആദ്യോ നാരായണഃ പുമാൻ മോഹയൻ മായയാ ലോകം ഗൂഢശ്ചരതി വൃഷ്ണിഷു അസ്യാനുഭാവം ഭഗവാൻ വേദ ഗുഹ്യതമം ശിവഃ ദേവർഷിർനാരദഃ സാക്ഷാത് ഭഗവാൻ കപിലോ നൃപ യം മന്യസേ മാതുലേയം പ്രിയം മിത്രം സുഹൃത്തമം അകരോ സജീവം ദൂതം സൗഹൃദാ ദദസാരഥിം സർവാത്മനഃ സമദൃശഃ ഹ്യദ്വയസ്യാനഹംകൃതേഃ തൽകൃതം അതിവൈഷമ്യം നിരവധ്യസ്യ ന ക്വചിത് അദാപ്യേകാന്തഭക്തേഷു പശ്യ ഭൂപാനുകമ്പിതം യന്മേ അസൂൻ ത്യജതഃ സാക്ഷാത് കൃഷ്ണോ ദർശനമാഗതഃ ഭക്ത്യാവേശ്യ മനോ യസ്മിൻ വാചാ യന്നാമ കീർത്തയൻ ത്യജൻ കളേബരം യോഗി മുച്യത്തെ കാമകർമ്മഭിഃ സദേവദേവോ ഭഗവാൻ പ്രതീക്ഷതാം കളേബരം യാവദിദം ഹിനോമ്യഹം പ്രസന്നഹാസാരുണലോചനോല്ലസന്മുഖാംബുജോ ധ്യാനപദശ്ചതുർഭുജഃ സൂത ഉവാച യുധിഷ്ഠിരസ്തദാകർണ്യ ശയാനം ശരപഞ്ചരെ അപൃച്ഛദ്വിവിധാൻ ധർമാൻ ഋഷീണാൻ ചാനുസൃണ്വതാം പുരുഷസ്വഭാവവിഹിതാൻ യഥാ വർണ്ണം യഥാശ്രമം വൈരാഗ്യരാഗോപാദിഭ്യാം ആംനാദോഭയലക്ഷണാൻ ദാനധർമാൻ രാജധർമാൻ മോക്ഷധർമാൻ വിഭാഗശഃ സ്ത്രീധർമാൻ ഭഗവദ്ധർമാൻ സമാസവ്യാസയോഗതഃ ധർമാർത്ഥകാമമോക്ഷാംശ്ച സഹോപായാൻ യഥാ മുനി നാനാഖ്യാനേതിഹാസേഷു വർണ്ണയാമാസ തത്വവിത് ധർമ്മം പ്രവദതസ്തസ്യ സകാലഃ പ്രത്യുപസ്ഥിതഃ യോ യോഗിനശ്ചന്ദമൃത്യോഃ വാഞ്ചിതസ്തു ഉത്തരായണഃ തതോപസംഹൃത്യ ഗിരഃ സഹസ്രണീഃ വിമുക്തസംഗം മന ആദിപൂരുഷേ കൃഷ്ണേ ലസത് പീതപടേ ചതുർഭുജേ പുരസ്ഥിതേ അമീലിതദൃഗ്വ്യധാരയത് വിശുദ്ധയാ ധാരണയാ ഹദാശുഭസ്ഥിതദീക്ഷയൈവാശു ഗദായുധവ്യതഃ നിവൃത്ത സർവേന്ദ്രിയവൃത്തി വിഭ്രമഃ തുഷ്ടാവജന്യം വിസൃജൻ ജനാർദ്ദനം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരി ഓം. നാരായണ. നാരായണ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം, സുസ്വാഗതം. നാരായണ. അപ്പോൾ യുധിഷ്ഠിരൻ്റെ അനുതാപം അഥവാ യുദ്ധത്തിന് ശേഷം താൻ കാരണമായിട്ടാണ് ഇത്രയും മനുഷ്യർ കൊല്ലപ്പെട്ടത്, തൻ്റെ സ്വാർത്ഥതയാണ് അതിന് കാരണം എന്നുള്ള ഒരു ധാരണ കൊണ്ട് വളരെയധികം ദുഃഖിതനായി ആരൊക്കെ ആശ്വസിപ്പിച്ചിട്ടും ആശ്വസിക്കാതിരുന്നപ്പോൾ ഭഗവാൻ യുധിഷ്ഠിരനെയും പാണ്ഡവന്മാരെയും കൂട്ടിക്കൊണ്ട് ഭീഷ്മപിതാമഹൻ ശരശയ്യയിൽ കിടക്കുന്ന കുരുക്ഷേത്രത്തിൻ്റെ മധ്യത്തിലേക്ക് വരുന്നു. പാണ്ഡവന്മാർ വന്നതറിഞ്ഞ് പുറകെ തന്നെ വ്യാസദൗമ്യാദി ഋഷീശ്വരന്മാരും മറ്റു പ്രമുഖരായിട്ടുള്ള ബ്രഹ്മർഷിമാർ, ദേവർഷിമാർ, രാജർഷിമാർ, അവരുടെയൊക്കെ പേരൊക്കെ ചിലരെയൊക്കെ എടുത്തു പറഞ്ഞു. അങ്ങനെയുള്ള സുഖബ്രഹ്മർഷി അടക്കമുള്ള വസിഷ്ഠൻ മുതൽക്ക് സുഖബ്രഹ്മർഷി വരെയുള്ള തലമുറകൾ എല്ലാവരും അവിടെ വന്നു ചേർന്നു.
എല്ലാവരെയും ധർമ്മജ്ഞനായ ഭീഷ്മ പിതാമഹൻ താൻ കിടന്ന കിടപ്പിൽ കിടന്നുകൊണ്ട് അവരെല്ലാം ബഹുമാനിച്ചു, സൽക്കരിച്ചു, പൂജിച്ചു. കൃഷ്ണൻ ഭഗവാൻ ഭീഷ്മരുടെ അടുത്ത് തന്നെ ചെന്നിരുന്നു. അദ്ദേഹത്തെയും ഹൃദയത്തിൽ വെച്ച് പൂജിച്ചു. അതുപോലെ സമീപസ്ഥരായി ഇരുന്നിരുന്ന പാണ്ഡുപുത്രന്മാരെ നല്ല അനുരാഗത്തോടെ പ്രേമത്തോടു കൂടി നിൽക്കുന്നവരായിട്ടുള്ള ആ പൗത്രന്മാരെ കണ്ട് അവരെയും അനുരാഗാശ്രയിൽ അന്ധീഭൂതേന ചക്ഷുഷ ചഷ്ട അവരോടുള്ള പ്രേമ പാരവശ്യം ആനന്ദാശ്രുക്കളായി, പ്രേമാശ്രുക്കളായി കണ്ണിൽ നിറഞ്ഞ്, അങ്ങനെ നിറഞ്ഞ കണ്ണുകൊണ്ട് നന്നായി വ്യക്തമായി കാണാതെ കണ്ടു ആരെ? പാണ്ഡവന്മാരെ. അങ്ങനെ ആ പാണ്ഡവന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് യുധിഷ്ഠിരനെ മുൻനിർത്തിക്കൊണ്ട് ഭീഷ്മ പിതാമഹൻ ആദ്യം കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നു. മഹാഭാരതത്തിൽ 30,000-ഓളം ശ്ലോകങ്ങളിൽ ശാന്തി പർവമെന്നും അനുശാസന പർവമെന്നും 2 പർവത്തിലൂടെ അവതരിപ്പിച്ച ഒരുപാട് വിഷയങ്ങളെ ഇവിടെ സംഗ്രഹിച്ച് ഭാഗവതത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് വ്യാസഭഗവാൻ. അപ്പോൾ അല്ലയോ ധർമ്മപുത്രാദികളെ, നിങ്ങൾ ഇങ്ങനെ ക്ലേശിച്ച് ജീവിക്കേണ്ടവരല്ല. ഇതൊരു കഷ്ടം തന്നെ, അന്യായം തന്നെയാണ്. ഇത് നിങ്ങൾക്ക് ചേരുന്നതല്ല. കാരണം നിങ്ങൾ വിപ്രധർമ്മ അച്യുതാശ്രയാഹ, ബ്രാഹ്മണരെയും ധർമ്മത്തെയും ഭഗവാനെയും ആശ്രയിച്ചവരാകുന്നു. ഇതിലേതെങ്കിലും ഒന്നിനെ ആശ്രയിച്ചാൽ തന്നെ സുഖമായിരിക്കേണ്ടതാണ്, ക്ഷേമത്തിനുള്ളതാണ്. പക്ഷെ ഇവരെ 3 പേരെയും നന്നായി ആശ്രയിച്ചിട്ടും നിങ്ങൾക്ക് ക്ലേശം തന്നെയാണല്ലോ ജീവിതം മുഴുവൻ ഉണ്ടായത്. നിങ്ങളുടെ പിതാവായ അതിരഥനായ പാണ്ഡു, അദ്ദേഹം വനത്തിൽ വെച്ച് മരിച്ചുപോയപ്പോൾ നിങ്ങളുടെ അമ്മയായ കുന്തിദേവി ബാലന്മാരായ നിങ്ങളെയും കൊണ്ട്, യുവതിയായിരുന്ന അമ്മ എത്ര കഷ്ടങ്ങൾ, എന്തെല്ലാം ക്ലേശങ്ങൾ അനുഭവിച്ചു. ആ കൊച്ചുകുട്ടികളെ 5 പേരെയും കൊണ്ട് അവരെ കാട്ടിലും കുറകാലം ജീവിച്ചു, നല്ല കുട്ടികളായി വളർത്തി. അതിനുശേഷം ഹസ്തിനപുരത്തിലേക്ക് വന്ന് അവിടെയും നല്ല രീതിയിൽ തന്നെ വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്തെല്ലാം തരത്തിലുള്ള ആപത്തുകൾ, പരീക്ഷണങ്ങൾ, ദുര്യോധനനും ധൃതരാഷ്ട്രം കൂടി പാണ്ഡവന്മാരെ വധിക്കാനായിട്ട് എന്തെല്ലാം പദ്ധതികൾ, അതൊക്കെ എങ്ങനെയൊക്കെയോ അമ്മ ഈശ്വര അനുഗ്രഹം കൊണ്ട് തരണം ചെയ്തു. എന്തായാലും എല്ലാം നിങ്ങൾക്കുണ്ടായ അപ്രിയങ്ങളെല്ലാം കാലത്തിൻ്റെ ലീലയായിട്ട് ഞാൻ കരുതുന്നു. ആ കാലത്തിൻ്റെ വശത്താണ് ലോകങ്ങളെല്ലാം, ലോകപാലന്മാരടക്കം. വായുവിൻ്റെ അധീനതയിലാണ് മേഘക്കൂട്ടങ്ങൾ എന്നതുപോലെ. മേഘക്കൂട്ടങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല. അവയെ കാറ്റ് എവിടേക്ക് കൊണ്ടുപോകുന്നുവോ അവിടേക്ക് പോകാൻ മാത്രമേ അവർക്ക് അറിയുള്ളൂ. കാറ്റടിച്ച് അവയെ ഛിന്ന ഭിന്നമാക്കി കളയുകയും ചെയ്യും. അപ്പോൾ എന്തു തന്നെയാണെങ്കിലും കാറ്റിന് അധീനമാണ് മേഘങ്ങളുടെ അവസ്ഥ. അതുപോലെയാണ് കാലസ്വരൂപനായ ഈശ്വരൻ്റെ അധീനതയിലാണ് നമ്മൾ മനുഷ്യർ. എത്ര ശക്തന്മാരാണെങ്കിലും നമ്മുടെ ശക്തിയൊന്നും കാലസ്വരൂപനായ ഭഗവാന്റെ മുമ്പിൽ ഒന്നുമല്ല. അല്ലേ? ബുൾഡോസറിന്റെ മുമ്പിൽ നമ്മുടെ കുട വെച്ചിട്ട് തടയാൻ നിൽക്കുന്നത് പോലെ, അല്ലേ? നമ്മുടെ റോളറിന്റെ മുമ്പിൽ ഏതോ ഒരു സിനിമയിൽ മോഹൻലാൽ കുട കൊണ്ട് തടയുന്നുണ്ട്, അത് ഉരുണ്ടു വരുമ്പോൾ. പിള്ളാനകളുടെ നാട്ടില് അതുപോലെയാണ് ബുൾഡോസർ അല്ലെങ്കിൽ റോഡ് റോളറൊക്കെ ഉരുണ്ടു വരുമ്പോൾ ആട്ടങ്ങ കൊണ്ട് അതിന് ഊട് വയ്ക്കാൻ നോക്കിയാൽ എങ്ങനെ ഇരിക്കും? അതുപോലെയാണ് കാലസ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ മുമ്പിൽ എത്ര ശക്തന്മാരായിക്കോട്ടെ, എത്ര പ്രതാപികളായിക്കോട്ടെ, എത്ര പൗരുഷമുള്ളവരായിക്കോട്ടെ, അവരുടെയൊക്കെ അവസ്ഥ എൻ്റെ അവസ്ഥ. ഞാനത് പഠിച്ചതാ. ഇവിടെ കിടന്നപ്പോഴാണ് എനിക്ക് ഇതൊക്കെ ആലോചന വന്നത്. ഇതപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ ഇവിടെ കിടന്ന് ഇങ്ങനെ ആലോചിക്കുക, എനിക്കെന്താ പറ്റിയേന്ന്. ഞാൻ എത്ര ശക്തനായിരുന്നു, എന്നിട്ടും എന്താ എനിക്ക് ഇങ്ങനൊരു ഗതി വന്നത്? ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ പരാജയപ്പെടുകയല്ലേ ചെയ്തുള്ളൂ.
അപ്പം എന്താ ഞാൻ ചെയ്തത്? ഞാൻ ഈ കാലസ്വരൂപനായിട്ടുള്ള ഈശ്വരനോട് മത്സരിക്കുകയായിരുന്നു. എൻ്റെ അല്പശക്തിയും അല്പപൗരുഷവും വെച്ചിട്ട് കാലസ്വരൂപനായിട്ടുള്ള ഈശ്വരനോട് ഞാൻ മത്സരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വേണ്ടിയിരുന്നില്ല എന്ന്, എനിക്ക് തെറ്റുപറ്റി എന്ന്. ഇതാണ് ഭീഷ്മ പിതാമഹര് ആ ശരശയ്യയിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിട്ടുള്ള മാറ്റം. ശരശയ്യയിൽ കിടക്കുന്നത് വരെയുള്ളൊരു ഭീഷ്മര് വേറെയാണ്, ശരശയ്യയിൽ കിടന്നതിന് ശേഷമുള്ളൊരു ഭീഷ്മര് വേറെയാണ്. കൊറോണയ്ക്ക് മുമ്പുള്ള നമ്മൾ, കൊറോണയ്ക്ക് ശേഷമുള്ള നമ്മൾ അല്ലേ? പവർ മാൾട്ട് കഴിക്കുന്നതിന് മുമ്പും കഴിച്ചതിന് ശേഷവും പരസ്യങ്ങൾ കാണാറില്ലേ പണ്ട്? അതുപോലെ കൊറോണയ്ക്ക് മുമ്പുള്ള നമ്മളും കൊറോണയ്ക്ക് ശേഷമുള്ള നമ്മളും. 1.5 കൊല്ലമായിട്ട് നമ്മൾ എത്ര കഷ്ടപ്പെടുന്നു, എന്തെല്ലാം ക്ലേശങ്ങൾ അനുഭവിക്കുന്നു അല്ലേ? ലോക്ക്ഡൗണിൻ്റെ ആ പരിധിക്കുള്ളിൽ കിടന്നുകൊണ്ട് ചങ്ങലക്കിട്ടിരിക്കുകയാണ് നമ്മളെ. അപ്പോൾ നമ്മൾ ആലോചിക്കുക, കൊറോണയ്ക്ക് മുമ്പ് നമ്മൾ എത്ര അഹങ്കാരികളായി, സ്വതന്ത്രരായി, തോന്നിയവാസികളായി അലഞ്ഞു തിരിഞ്ഞു നടന്നിരുന്നു. ഇപ്പം നമ്മളെ അലയാൻ വിടുണ്ടോ? നമ്മുടെ സ്വാതന്ത്ര്യം, നമ്മുടെ താന്തോന്നിത്തം പൂട്ടിയിട്ടില്ലേ? നമ്മളെ ചങ്ങലക്കിട്ട് പൂട്ടിയില്ലേ? ഇതാണ് കാലസ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ ഒരു സാമ്പിള് നമുക്ക് തന്നിരിക്കുകയാണ്. ലോക്ക്ഡൗൺ മാർച്ച് 25 26 തുടങ്ങി. നമ്മൾ ക്ലാസ് ഏപ്രിൽ 2 തുടങ്ങി. അപ്പോൾ ഏപ്രിൽ 2 മുൻപും പിൻപും എന്ന് നമുക്ക് വേണമെങ്കിൽ തിരിക്കാം. ക്രിസ്തുവിന് മുമ്പും പിമ്പും എന്ന് കാലഘട്ടം പറയുന്ന പോലെ കൊറോണയ്ക്ക് മുമ്പും പിമ്പും. അതുപോലെ ഭീഷ്മ പിതാമഹർ ശരശയ്യയിൽ കിടക്കുന്നതിന് മുമ്പ് അദ്ദേഹം തൻ്റെ പൗരുഷം കൊണ്ട് ലോകത്തെ വിറപ്പിക്കാൻ ശ്രമിച്ച ആളായിരുന്നു. പക്ഷെ അദ്ദേഹം തുടങ്ങി വെച്ചത്, അല്ലെങ്കിൽ അദ്ദേഹം എന്തുദ്ദേശിച്ചുവോ അതൊന്നും നടന്നിട്ടില്ല. അത് അദ്ദേഹത്തിന് ചിന്തിക്കാനുള്ള അവസരം കിട്ടിയത് ഈ ശരശയ്യയിൽ കിടന്നുകൊണ്ടാണ്. 58 ദിവസം ആകെ ശരശയ്യയിൽ അദ്ദേഹം കിടന്നു, അദ്ദേഹത്തിൻ്റെ മുക്തി വരേക്കും. അതിലിപ്പോൾ ഇത് എത്രാം ദിവസമാണെന്ന് അറിയില്ല, എന്തായാലും അവസാന കാലമായിട്ടുണ്ട്. 50 ദിവസമെങ്കിലും കഴിഞ്ഞു കാണും. ആ അവസ്ഥയിലാണ് അദ്ദേഹം ചിന്തിച്ച് കാണുക, കാലത്തിൻ്റെ വശത്താണ് ഈ ലോകം മുഴുവൻ. വായോരിവ ഘനാവലിഹി, മേഘങ്ങൾക്ക് കാറ്റിനെ തടഞ്ഞു നിർത്താൻ ആവില്ല. കാറ്റടിച്ചു പോകുന്നിടത്തേക്ക് മേഘങ്ങൾക്ക് പോകുക എന്നല്ലാതെ വേറെ വഴിയില്ല എന്ന്. അപ്പം അങ്ങനെയുള്ള ഭീഷ്മരുടെ ചരിത്രം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇവിടെ ഇപ്പോൾ അതൊന്നുമില്ല, ഭാഗവതത്തിൽ ആ ഭാഗമൊന്നും പറഞ്ഞിട്ടൊന്നും ഇല്ലെങ്കിലും പ്രക്ഷിപ്തമായിട്ട് നമ്മൾ ഒന്ന് മഹാഭാരതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞതുകൊണ്ട് ഒന്ന് തിരിഞ്ഞു നോക്കാം. ഇന്നലെ ആരോ ചോദിച്ചിരുന്നു, എന്തുകൊണ്ട് ഭീഷ്മരുടെ പദ്ധതികളൊക്കെ പാളിപ്പോയി, എന്തുകൊണ്ട് അദ്ദേഹം ചെയ്ത പ്രവൃത്തികളെല്ലാം പരാജയപ്പെട്ടു എന്ന്. ആദ്യം മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ഒരു ശപിക്കപ്പെട്ട ജന്മമാണ് എന്നാണ്. അല്ലാതെ ഒരു ശ്രേഷ്ഠ ജന്മം എന്ന് പറയാൻ പറ്റില്ല. ശപിക്കപ്പെട്ട ജന്മമാണ്. പൂർവ അവസ്ഥയിൽ അദ്ദേഹം ശ്രേഷ്ഠനായിരുന്നു. ആ ശ്രേഷ്ഠതയിൽ നിന്ന് ശാപം കൊണ്ട് അധപ്പതിച്ചു. പിന്നീട് അതിന്ന് അദ്ദേഹം കരകയറുകയാണ് വേണ്ടിയിരുന്നത്. പക്ഷേ കിട്ടിയ അവസരത്തെ അദ്ദേഹം അത് കരകയറാൻ ഉപയോഗിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ശക്തിയും പൗരുഷവും കൊണ്ട് അദ്ദേഹം എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. അദ്ദേഹത്തിൻ്റെ അറിവിനനുസരിച്ചല്ല അദ്ദേഹം ജീവിച്ചത്. അറിവ് വേറെ, ജീവിതം വേറെ. പണ്ഡിതനായിരുന്നു, പാണ്ഡിത്യം ഉണ്ടായിരുന്നു, പക്ഷേ ജീവിതത്തിൽ അതൊന്നും പകർത്തിയില്ല.
അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫെയിലിയറിൻ്റെ കാരണം. അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ ശാപം എന്ന് നോക്കുമ്പോൾ, അദ്ദേഹം മുമ്പ് ആരായിരുന്നു? ഈ ഭീഷ്മർ മുമ്പ് അഷ്ടവസുക്കളിൽ ഒരാളായിരുന്നു. നമ്മുടെ 30 മുക്കോടി ദേവന്മാരെന്ന് പറയുന്നതിൽപ്പെട്ടവരാണ് അഷ്ടവസുക്കൾ. 30 മുക്കോടി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം 33 പേര് കോടിയിൽ നിൽക്കുന്നവർ. കോടി എന്ന് പറഞ്ഞാൽ അഗ്രം എന്നാണ് അർത്ഥം. അല്ലാതെ സംസ്കൃതത്തിലെ കോടിക്ക് നമ്മുടെ മലയാളത്തിലെ കോടിയായിട്ട് ബന്ധമില്ല. മലയാളത്തിലെ ക്രോർ എന്നുള്ള സംഖ്യയ്ക്ക്, കോടി എന്നുള്ള സംഖ്യയ്ക്ക് 100 ലക്ഷം അല്ലേ, 100 ലക്ഷത്തിന് നമ്മൾ കോടി എന്ന് പറയും. ആ സംഖ്യയല്ല സംസ്കൃതത്തിലെ കോടി. ധനുഷ്കോടി എന്ന് പറഞ്ഞാൽ വില്ലിൻ്റെ അഗ്രം എന്നാണ് അർത്ഥം. അതുപോലെ ഇവിടെ 30 മുക്കോടി എന്നുള്ള ശബ്ദത്തിനും നമ്മുടെ മലയാളത്തിൽ പ്രയോഗിക്കുന്നതാണെങ്കിലും അതിൻ്റെ കോടിയുടെ അർത്ഥം 33 പേർ കോടിയിലുള്ളവർ. കോടിയിലുള്ളവർ, അഗ്രത്തിലുള്ളവർ. ആരാണ് ഈ 33 പേർ? മുമ്പേ നിൽക്കുന്നവർ. നമ്മുടെ വൈദിക യാഗങ്ങളിലും യജ്ഞങ്ങളിലും ഹവിർഭാഗം അർഹിക്കുന്നവർ. പ്രധാനമായിട്ടും ഈ 33 പേർക്കാണ് ഹവിർഭാഗം സമർപ്പിക്കേണ്ടത്. അവരെയാണ് 33 എന്ന് പറയുന്നത്. 33 ശ്രേഷ്ഠന്മാർ. അവരുടെ പുറകിൽ അവരുടെ അണികൾ, അനുയായികൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഈ 33 പേരാണ് പ്രധാനികൾ. ആരൊക്കെയാണത്? 12 ആദിത്യന്മാര്, 11 രുദ്രന്മാര്, അഷ്ടവസുക്കള്, അശ്വിനി ദേവകൾ. ഇതാണ് 4 ഗ്രൂപ്പാണ്. പക്ഷെ നമ്പറിൽ 33. എന്താണ്? 12 ആദിത്യന്മാര്. 12 എന്ന് പറഞ്ഞാൽ 12. 12 ആദിത്യന്മാരെന്ന് പറഞ്ഞാൽ അതിഥിയുടെ പുത്രന്മാരെയാണ് ആദിത്യന്മാരെന്ന് പറയുന്നത്. കശ്യപനും അതിഥിക്കും ഉണ്ടായിട്ടുള്ള പുത്രന്മാർ ഇന്ദ്രനും വിശ്വകർമാവും, അല്ലെങ്കിൽ ത്വഷ്ടാവ് എന്നറിയപ്പെടുന്ന ആളും, അതുപോലെ നമ്മുടെ വാമനനൊക്കെ അടക്കം 12 പേർ ആദിത്യന്മാർ, 12 ആദിത്യന്മാർ എന്ന് പറയും. ഒരു ദേവന്മാരാണ് 12 പേര്. അതുപോലെ 11 രുദ്രന്മാർ, 11 രുദ്രന്മാർ. രുദ്രൻ്റെ 11 ഭാവങ്ങളാണതൊക്കെ. അങ്ങനെ 11 രുദ്രന്മാർ, അഷ്ടവസുക്കൾ, 8 പേര് വസുക്കൾ. അതുപോലെ അശ്വിനി ദേവകൾ 2 പേര്, ഇരട്ടകളാണ്. നാസത്യ ദസ്രൻ, നാസത്യം ദസ്രൻ, നാസത്യ ദസ്രൗ എന്ന ദ്വിവചനം. അശ്വിനി ദേവന്മാർ 2 പേര്. അപ്പം എത്രയായി? 11 + 12 23 + 8 31 + 2 33. ആ 33 പേർ അഗ്രത്തിൽ നിൽക്കുന്നവർ, മുമ്പേ നടക്കുന്നവർ, നേതൃത്വം വഹിക്കുന്നവരാണ് 30 മുക്കോടി എന്ന് പറയുന്നത്. 33 കോടികൾ, 33 ശ്രേഷ്ഠന്മാർ. ഇവർ 33 പേരും യാഗങ്ങളിൽ ഹവിർഭാഗം അർഹിക്കുന്നവരാണ്. അശ്വിനി ദേവന്മാർക്ക് ആദ്യം ഹവിർഭാഗത്തിന് അർഹതയുണ്ടായിരുന്നില്ല. പിന്നെ ച്യവന മഹർഷിയുടെ അനുഗ്രഹം കൊണ്ട്, ച്യവന മഹർഷിയുടെ പ്രയത്നം കൊണ്ട് ഇവർക്ക് ആവിർഭാഗം കിട്ടുന്ന ആ ഒരു യോഗ്യത നേടിയെടുത്തവർ. അങ്ങനെ 33 പേരാണ് യാഗങ്ങളിൽ പൂജിക്കപ്പെടേണ്ടവർ എന്നാണ് അർത്ഥം. കോടി എന്ന് പറഞ്ഞാൽ മുമ്പേ പൂജിക്കപ്പെടേണ്ടവർ, അഗ്രഗണ്യന്മാരായി പൂജിക്കപ്പെടേണ്ടവർ. അന്ന് നമ്മുടെ വൈദിക കാലഘട്ടങ്ങളിൽ യാഗങ്ങളിൽ മറ്റ് ദേവതകളൊന്നും അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ ഗണപതിക്ക്, അല്ലെങ്കിൽ സുബ്രഹ്മണ്യന്, അയ്യപ്പസ്വാമിക്ക്, അല്ലെങ്കിൽ ദേവിയുടെ വിവിധ ഭാവങ്ങൾ, അതൊന്നുമല്ല. പ്രധാനമായിട്ട് ഈ 33 പേരുടെ പേരിലാണ് ഇന്ദ്രായ സ്വാഹ, വരുണായ സ്വാഹ, ഇങ്ങനെ ഓരോരുത്തർക്കും സ്വാഹ സ്വാഹ എന്ന് പറഞ്ഞിട്ട് ഹവിർഭാഗം കൊടുക്കണം. ഞാൻ ജ്യോതിഷനല്ല, ഇങ്ങനെയുള്ള ചോദ്യമൊന്നും ഇവിടെ ചോദിക്കരുത്. മുത്രട്ടാതി നാളിന് സ്വാമി ഇവിടെ ജാതകം നോക്കാനോ ജ്യോതിഷം നോക്കാനോ ഇരിക്കുകയല്ല, ക്ലാസ്സുകൾ കേൾക്കുക. അപ്പം എല്ലാ നാളും ശരിയായിക്കോളും. അപ്പം അങ്ങനെ 33 പേർ
ഉള്ളതിൽ ഈ അഷ്ടവസുക്കൾക്ക് പ്രധാന സ്ഥാനമാണ്, വലിയ സ്ഥാനമർഹിക്കുന്നവരാണ്. അവരുടെ ഡ്യൂട്ടി, അപ്പോൾ ഇവരൊക്കെ ഒരു ക്യാബിനറ്റാണ് വാസ്തവം പറഞ്ഞാൽ. ഈ പ്രപഞ്ചത്തെ നയിക്കുന്ന ഒരു ഭരണ വ്യവസ്ഥയാണ് ഇവർ. ബ്രഹ്മത്തിൻ്റെ, ഈശ്വരൻ്റെ വിവിധ എക്സിക്യൂട്ടീവ്സാണ് ഇവർ ഓരോരുത്തരും. ഓരോ ദേവതകളും ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുകളാണ്, നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ക്യാബിനറ്റ് പോലെ. അപ്പോൾ ഏറ്റവും അതിൻ്റെയൊക്കെ നിയന്താവായിരിക്കുന്നത് ബ്രഹ്മം. ആ ബ്രഹ്മത്തിൻ്റെ വിവിധ മുഖങ്ങളാണ് ഈ 33 പേര്. അപ്പോൾ അതിൽ പ്രമുഖ സ്ഥാനമാണ് അഷ്ടവസുക്കൾ എന്ന് പറയുന്നവർക്ക്. അപ്പോൾ വസു എന്ന് പറഞ്ഞാൽ ധനം എന്നാണ് അർത്ഥം. അപ്പോൾ ധനത്തിൻ്റെ വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നവരാണ് അഷ്ടവസുക്കൾ. ലോകത്തിൽ ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ധനമെല്ലാം വിതരണം ചെയ്യേണ്ടവരും അത് വേണ്ട രീതിയിൽ അതിൻ്റെ എല്ലാ നിയമങ്ങളും പരിപാലിക്കേണ്ടവരും ഒക്കെ ആയിട്ടുള്ള, അല്ലേ, റവന്യൂ വകുപ്പ്, ഫൈനാൻസ് വകുപ്പ്, മറ്റേ എന്തൊക്കെ ടാക്സ് വകുപ്പ് എന്നൊക്കെ ഉണ്ടല്ലോ, കുറേ വകുപ്പുകളില്ലേ നമ്മുടെ ധനകാര്യത്തിൽ തന്നെ. അപ്പോൾ അതുപോലെ 8 പേർക്ക് 8 ചുമതലകളാണ്. അതാണ് അഷ്ടവസുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഭൂമിയിൽ സൽക്കർമ്മം ചെയ്യുന്നവർക്ക് അർഹതപ്പെടുന്ന ധനം എത്തിച്ചു കൊടുക്കുവാനുള്ള എന്താ പറയുക, ബാധ്യതപ്പെട്ട ഉദ്യോഗസ്ഥരാണ് അവർ, ചുമതലക്കാരാണ്. അങ്ങനെയുള്ള 8 പേരിൽ ഒരാളായിരുന്നു നമ്മുടെ ഭീഷ്മ പിതാമഹൻ. അദ്ദേഹത്തിൻ്റെ പേര് അന്ന് ദ്യോവ് എന്നുള്ള വസുവായിരുന്നു. 8 വസുക്കളിൽ ദ്യോവ് എന്ന് പറഞ്ഞ പേരുള്ള വസുവായിരുന്നു. അപ്പോൾ ഇവർ ഒരിക്കൽ 8 പേരും അവരുടെ ഭാര്യമാരും കൂടിയിട്ട് വസിഷ്ഠരുടെ ആശ്രമത്തിലേക്ക് ചെന്നു, അതിഥികളെപ്പോലെ. വസിഷ്ഠർ ഈ അഷ്ടവസുക്കളെയും മര്യാദയ്ക്ക് പൂജിച്ചു. അവർ ദേവന്മാരാണ്, പൂജാർഹരാണ്. അതുകൊണ്ട് തന്നെ ബ്രാഹ്മണ ശ്രേഷ്ഠനായ വസിഷ്ഠൻ, ഗൃഹസ്ഥനായിരുന്ന വസിഷ്ഠൻ അരുന്ധതി സമേതനായി അവരെ സ്വാഗതം ചെയ്ത് അവരെ സൽക്കരിച്ചു. അപ്പോൾ വസിഷ്ഠൻ്റെ പർണശാലയിൽ, ആശ്രമത്തിൽ ഇവർക്ക് ഗംഭീരമായിട്ടുള്ള സൽക്കാരമാണ് കൊടുത്തത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ വസിഷ്ഠൻ്റെ സ്വാധീനത്തിൽ, വസിഷ്ഠൻ്റെ കസ്റ്റഡിയിൽ കാമധേനു ഉണ്ട്, നന്ദിനി. കാമധേനുവിൻ്റെ പുത്രിയായിട്ടുള്ള നന്ദിനിയും കാമധേനുവും വസിഷ്ഠൻ്റെ കസ്റ്റഡിയിലായിരുന്നു. ഇവിടെ പാലാഴിമാർക്കാണ് യാഗങ്ങളും യാഗയജ്ഞങ്ങളൊക്കെ ചെയ്യുന്ന ബ്രാഹ്മണർക്ക് ധാരാളം ഹവിസ്സുകൾ വേണം, അഥവാ പാലും നെയ്യും ഒക്കെ ഉണ്ടാക്കേണ്ടതുണ്ട്. അവർക്ക് അവരുടെ ആവശ്യങ്ങൾ, അവരുടെ യജ്ഞത്തിനാവശ്യമായിട്ടുള്ള ദ്രവ്യങ്ങളൊക്കെ കൊടുക്കാനായിക്കൊണ്ട് കാമധേനു ബ്രാഹ്മണരുടെ വശം ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ വസിഷ്ഠൻ്റെ കസ്റ്റഡിയിലാണ് കാമധേനു. അപ്പോൾ ആ കാമധേനു ഉള്ളതുകൊണ്ട് ഇവർ വന്നപ്പോൾ ഇവരെ നല്ല രീതിയിൽ സൽക്കരിച്ചു. നല്ല ഗംഭീരമായിട്ടുള്ള സദ്യവട്ടത്തോടു കൂടിയതായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അവരെ പൂജിച്ചു. അപ്പോൾ ഇതെല്ലാം കഴിച്ചപ്പോൾ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണവും ബാക്കി എല്ലാ സൗകര്യങ്ങളും അതിഥി സൽക്കാരമൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഇവരുടെ ഈ അഷ്ടവസുക്കളിൽ 8 പേരുടെയും ഭാര്യമാർ കൂടെയുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ ഈ ദ്യോവ്, പഴയ ഭീഷ്മരുടെ പഴയ പേര്, ആ ദ്യോവിൻ്റെ പത്നി ഈ ദ്യോവിനെ പ്രേരിപ്പിച്ചു. ഇവിടെ ഈ സന്യാസിക്ക്, ഈ താടിക്കാരന് ഈ കാട്ടിൽ, ഈ ആശ്രമത്തിൽ നമ്മളെ ഇത്രയും നന്നായിട്ട് ശുശ്രൂഷിക്കാനായിട്ട് സാധിച്ചത്, സൽക്കരിക്കാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ വശം ഈ പശു ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് നമുക്കതിനെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് ആ സ്ത്രീ പ്രേരിപ്പിച്ചപ്പോൾ ദ്യോവ് അതിന് അനുസരിച്ചു. ഭാര്യയെ അനുസരിച്ചുകൊണ്ട് അയാൾ വസിഷ്ഠൻ്റെ സമ്മതം കൂടാതെ, അദ്ദേഹം അറിയാതെ വസിഷ്ഠൻ്റെ കസ്റ്റഡിയിലുണ്ടായിരുന്ന കാമധേനുവിനെ അപഹരിച്ചു. അപ്പോൾ കൂട്ടത്തിൽ മറ്റ് വസുക്കളും അതിനെ സപ്പോർട്ട് ചെയ്തു, അതിനെ തടയാൻ നിന്നില്ല അവരൊന്നും. അവരൊക്കെ കൂടെ സഹായിച്ചു. അങ്ങനെ മുഖ്യനായിട്ട് ഈ ദ്യോവ് എന്നുള്ള വസുവാണ് ഈ ബ്രാഹ്മണ ശ്രേഷ്ഠനായ വസിഷ്ഠൻ്റെ, തപസ്വിയായ വസിഷ്ഠൻ്റെ കാമധേനുവിനെ അപഹരിച്ചത്. പിന്നീട് വസിഷ്ഠൻ ഇത് അറിയാനിടയായപ്പോഴാണ് അദ്ദേഹം ശപിക്കുന്നത്. വാസ്തവത്തിൽ ധനകാര്യം, ലോകത്തിൻ്റെ എല്ലാവർക്കും വേണ്ടതെല്ലാം കൊടുക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള ഉദ്യോഗസ്ഥർ ഇപ്പോൾ എന്തായി, ഇവിടെ കൈക്കൂലി മേടിക്കുന്നത് പോലെ, അഴിമതി കാണിക്കുന്നത് പോലെ കറപ്റ്റഡായി.
അതുകൊണ്ട് വസിഷ്ഠൻ, ജ്ഞാനിയായിട്ടുള്ള വസിഷ്ഠൻ, സർവജ്ഞനായിട്ടുള്ള വസിഷ്ഠൻ ഈ വസുക്കളെ ശപിച്ചു. നിങ്ങൾ ഈ സ്ഥാനത്തിരിക്കാൻ അർഹരല്ല, നിങ്ങൾ ഇനിയും ഭൂമിയിൽ മനുഷ്യരായി ചെന്ന് ജനിക്കുവിൻ എന്ന് ശപിച്ചു. എന്താ കാരണം? മനുഷ്യരായിട്ട് ഇനിയും പുണ്യം ചെയ്ത് വേണം വസുവിൻ്റെ സ്ഥാനത്തേക്ക് പിന്നെയും തിരിച്ചെത്തണമെങ്കിൽ. ഭൂമിയിൽ നിന്ന് പുണ്യം ചെയ്ത മനുഷ്യർ തന്നെയാണ് ഈ സ്ഥാനങ്ങളൊക്കെ വഹിക്കുന്നത്. ദേവന്മാരുടെ സ്ഥാനങ്ങളും ഉയർന്ന സ്ഥാനങ്ങളിലൊക്കെ എത്തിച്ചേർന്നത് പുണ്യം കൊണ്ടാണ്, മെറിറ്റ് കൊണ്ടാണ്. അപ്പോൾ ഇനിയും നിങ്ങൾ എന്താ പറയുക, അവരെ ഡിമോട്ട് ചെയ്തു, അഥവാ തോൽപ്പിച്ചു. പരീക്ഷയിൽ തോറ്റതുപോലെ അവർ താഴേക്ക് തള്ളിയിട്ടു, അവരെ പുറത്താക്കി, ഗെറ്റ് ഔട്ട് അടിച്ചു. അതാണ് വാസ്തവത്തിൽ. അതിനുള്ള നിഗ്രഹാനുഗ്രഹ ശക്തിയൊക്കെ ഉള്ളവരാണ് വസിഷ്ഠനെ പോലെയുള്ള ബ്രഹ്മർഷിമാരൊക്കെ, മഹാത്മാക്കളൊക്കെ. അവർ നിശ്ചയിക്കും ആരെവിടെ ഇരിക്കണമെന്ന്, അതിനുള്ള സാമർഥ്യമുള്ളവരാണ്. അപ്പം അതുകൊണ്ട് വസിഷ്ഠൻ ശപിച്ചപ്പോൾ ഈ അഷ്ടവസുക്കളും അവരുടെ സ്ഥാനനഷ്ടം സംഭവിച്ചു. അവർ ഭൂമിയിൽ മനുഷ്യരായിട്ട് ജനിക്കാൻ വിധിക്കപ്പെട്ടവരായി. അപ്പോഴേക്കും പക്ഷേ മറ്റ് 7 പേരും വസിഷ്ഠന്റെ കാലിൽ ചെന്ന് വീണു, വിവരം അറിഞ്ഞിട്ട്. ഈ ദ്യോവ് ഒഴിച്ച 7 പേരും വസിഷ്ഠന്റെ കാലിൽ ചെന്ന് വീണു വസിഷ്ഠനോട് ശാപമോക്ഷം വേണം, ഞങ്ങളിതിൽ നേരിട്ട് ഉത്തരവാദികളല്ല, ഞങ്ങളെ സഹായിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, ഞങ്ങളോട് പൊറുക്കണം, ക്ഷമിക്കണം എന്ന് പറഞ്ഞ് വസിഷ്ഠന്റെ കാൽക്കൽ വീണ് മാപ്പ് അപേക്ഷിച്ചു. അപ്പോൾ വസിഷ്ഠൻ അവർ 7 പേർക്ക് മാത്രം ശാപമോക്ഷം കൊടുത്തു. എന്തായാലും എൻ്റെ ശാപം ഫലിക്കാതിരിക്കില്ല, നിങ്ങൾ ഭൂമിയിൽ ചെന്ന് മനുഷ്യ ജന്മം എടുക്കണം, പക്ഷെ ഉടനെ തന്നെ നിങ്ങൾക്ക് മോചനം ലഭിക്കും, നിങ്ങൾക്ക് തിരിച്ച് സ്ഥാനത്തേക്ക് തന്നെ വരാം. അപ്പോൾ ഉടനെ തന്നെ എന്താ പറയുക, നമ്മുടെ റീവാല്യുവേഷന് കൊടുത്ത് തോറ്റവരെ ജയിപ്പിക്കുന്നത് പോലെ, അല്ലെങ്കിൽ പരീക്ഷ എഴുതി പെട്ടെന്ന് തന്നെ ഒരു വർഷം പാഴാക്കാതെ ജയിപ്പിക്കുന്നത് പോലെ ഇവർക്ക് ശാപമോക്ഷം കൊടുത്ത് അങ്ങനെ 7 പേർക്കും മോക്ഷം കിട്ടി. അങ്ങനെയാണ് പിന്നീട് ഈ 8 പേര്. അപ്പോൾ ഈ ദ്യോവ് മാത്രം ചെന്ന് മാപ്പ് ചോദിച്ചില്ല, കാരണം അയാളാണ് വലിയ കുറ്റവാളി, അയാൾ മാപ്പിട്ട് ചോദിച്ചതുമില്ല. അപ്പോൾ എല്ലാവരുടെയും കൂടി കുറ്റം അയാളുടെ തലയിലേക്ക് കൊടുക്കുകയും ചെയ്തു വസിഷ്ഠൻ, കാരണം ഇയാളാണ് മെയിൻ കൾപ്രിറ്റ്. അതുകൊണ്ട് നീ ഭൂമിയിൽ ചെന്ന് ചിരകാലം മനുഷ്യനായി വിഷമിക്കാനിടയുണ്ടാവട്ടെ എന്ന് തന്നെയാണ് അതിൻ്റെ ആ ശാപത്തിൻ്റെ അർത്ഥം. നീ ശ്വാസം മുട്ടി ജീവിക്കാനിടയാവട്ടെ. അത് മാത്രമല്ല, പെണ്ണിൻ്റെ വാക്ക് കേട്ടിട്ടാണ് നീ ഈ പണി ചെയ്തത്, അല്ലേ? ഭാര്യയുടെ വാക്ക് കേട്ടിട്ടാണ് ഈ പണി ചെയ്തത്. അടുത്ത ജന്മത്തിൽ നിനക്ക് സ്ത്രീ സംഘം, സ്ത്രീകളുമായിട്ടുള്ള ബന്ധമില്ലാതെ പോകട്ടെ. അങ്ങനൊരു ശാപവും കൂടി വസിഷ്ഠന് കിട്ടിയിട്ടുണ്ട്. വസിഷ്ഠൻ കൊടുത്തത് ഈ ദ്യോവിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ജന്മത്തിൽ അദ്ദേഹത്തിന് സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടാവാൻ പാടുള്ളതും അല്ല ശാപപ്രകാരം. അപ്പം അങ്ങനെയാണ് അദ്ദേഹം പിന്നീട് ഗംഗാപുത്രനായിട്ട് ജനിക്കുന്നത്. ഗംഗയും ഒരു ശാപം കൊണ്ട് ഭൂമിയിൽ വന്നതാണ്, മനുഷ്യ സ്ത്രീയായിട്ട് ജനിക്കേണ്ടി വന്നതാണ്. ഗംഗയും ശന്തനുവും 2 പേരും ശാപം കൊണ്ട് മനുഷ്യരായവരാണ്. ശന്തനു പൂർവജന്മത്തിൽ അദ്ദേഹം ഇക്ഷ്വാകു വംശത്തിലെ മഹാഭിഷക്ക് എന്ന് പറഞ്ഞ വലിയൊരു ചക്രവർത്തിയായിരുന്നു, ബ്രഹ്മലോകം വരെ എത്തിയ ആളായിരുന്നു. അതുപോലെ ഗംഗയും ബ്രഹ്മലോകത്ത് സ്ഥാനമുണ്ടായിരുന്ന ദേവതയായിരുന്നു. ഇവർ 2 പേരും ആ ബ്രഹ്മസദസ്സിൽ വെച്ച് അപമര്യാദയായി പെരുമാറിയതിൻ്റെ ഫലമായി 2 പേരും പരസ്പരം ശൃംഗാരം പ്രകടിപ്പിച്ചു അവിടെ വെച്ചിട്ട്. അതുകൊണ്ട് 2 പേരെയും ബ്രഹ്മദേവൻ ശപിച്ച് 2 പേരും ഭൂമിയിൽ മനുഷ്യരായി ജനിക്കാൻ വിധിക്കപ്പെട്ടവരാണ് ഈ ശന്തനുവും ഗംഗയും. അവരുടെ പുത്രന്മാരായിട്ടാണ് ഈ അഷ്ടവസുക്കളും വന്ന് ജനിക്കുന്നത്. അങ്ങനെയാണ് ആദ്യം 7 പുത്രന്മാര് ഗംഗയ്ക്ക് ഉണ്ടാകുമ്പോൾ ഗംഗയ്ക്ക് ആ ഓർമ്മയുണ്ട് ഇവരാരാണെന്നുള്ളതും ഇതെന്താണെന്നുള്ള കഥയൊക്കെ ഗംഗയ്ക്ക് ഈശ്വരാനുഗ്രഹം കൊണ്ട് ഓർമ്മയുണ്ട്. അതുകൊണ്ട് ഗംഗ എന്ത് ചെയ്തു, 7 മക്കളെ ആദ്യം ജനിച്ചവരെയൊക്കെ ഗംഗയിലേക്ക് വലിച്ചെറിഞ്ഞു, ഉപേക്ഷിച്ചു. ശന്തനുവിന് പക്ഷെ ആ ഓർമ്മയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് അറിയില്ല ഇവരാരാണ്, ഇവർക്ക് ശാപമോക്ഷം കൊടുക്കുകയാണോ എന്നൊന്നും അറിയാത്തത് കൊണ്ട് ശന്തനു വിഷമിച്ചു. പക്ഷേ ഗംഗയ്ക്ക് അറിയാം, ഗംഗ ഒരു സഹായം ചെയ്യായിരുന്നു ഈ വസുക്കൾക്ക്, 7 വസുക്കൾക്ക്. ആ വസുക്കൾ അങ്ങനെ മനുഷ്യരായി ജനിച്ചു, മനുഷ്യയോനിയിൽ ഗംഗയുടെ പുത്രന്മാരായി ജനിച്ചു. ജനിച്ച ഉടനെ തന്നെ ഗംഗയിൽ പ്രവേശിച്ച് മുക്തന്മാരായി അവർ പഴയ പദവിയിലേക്ക് തന്നെ, വസുക്കളുടെ സ്ഥാനത്തേക്ക് തന്നെ തിരിച്ചുപോയി. 8ാമനായിട്ടാണ് നമ്മുടെ ദേവവ്രതനായി ഭീഷ്മർ ജനിക്കുന്നത്, ഈ ദ്യോവ് എന്നുള്ളതായിട്ടുള്ള വസു.
അപ്പോൾ അദ്ദേഹം എട്ടാമനായി ജനിച്ചപ്പോൾ നമ്മുടെ ശന്തനു വിധിപ്രകാരം തടയുകയും ചെയ്തു. അദ്ദേഹത്തിന് 7 മക്കൾ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ ഗംഗ 8ാമത്തെ കുട്ടിയെയും കൊല്ലാൻ പോവുകയാണെന്ന് വിചാരിച്ചുകൊണ്ട് ഗംഗയെ തടഞ്ഞു. അപ്പോൾ ഗംഗയ്ക്ക് രക്ഷപ്പെടാനുള്ള അവസരവുമായി. അല്ലേ, ഗംഗ പറഞ്ഞിരുന്നു, ഞാൻ ചെയ്യുന്നത് എന്തും ചോദ്യം ചെയ്യരുത്, അതുവരേക്കേ ഞാൻ അങ്ങയുടെ പത്നിയായിരിക്കുകയുള്ളൂ എന്ന് ശന്തനുവും ഗംഗയും തമ്മിൽ വിവാഹ സമയത്ത് വ്യവസ്ഥയുണ്ടായിരുന്നു. അത് പ്രകാരം ശന്തനു ഗംഗയുടെ ഇച്ഛയിൽ നിന്ന് തടഞ്ഞപ്പോൾ ഗംഗ ആ കാര്യം പറഞ്ഞുകൊണ്ട് ശന്തനുവിനെ ഉപേക്ഷിച്ചുകൊണ്ട് പോകുന്ന കൂട്ടത്തിൽ ഈ കുട്ടിയെയും കൊണ്ടാണ് പോകുന്നത്. ദേവവ്രതനെയും കൊണ്ടാണ് ഗംഗ പോയത്. ആ ഗംഗ ഈ ദേവവ്രതനെ പിന്നെ എന്താ ചെയ്തത്? സ്വയം അമ്മ തന്നെ വളർത്തിയിട്ട് ആ കുട്ടിയെ 32 കൊല്ലം ഗംഗ വളർത്തുകയാണ് ഉണ്ടാകുന്നത്. ഗംഗ വളർത്തുക എന്ന് പറഞ്ഞാൽ 4 ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരായ ഗുരുക്കന്മാരുടെ അടുത്ത് വിദ്യാഭ്യാസത്തിന് അയക്കുകയാണ്. എന്താ കാരണം? ഇയാൾ ബ്രാഹ്മണ ശാപം കൊണ്ട് ജനിച്ച ആളാണ്. ബ്രാഹ്മണ ശാപം കൊണ്ട് ജനിച്ച ആള് ബ്രാഹ്മണന്മാരെ സേവിച്ച് ബ്രാഹ്മണരിൽ നിന്ന് നല്ല അറിവ് നേടി എന്താ പറയുക, നല്ലവനായി തീരട്ടെ, ശാപമോക്ഷം ലഭിക്കട്ടെ, ബ്രാഹ്മണരെ സേവിച്ചുകൊണ്ട് അവരുടെ അനുഗ്രഹത്തിന് പാത്രീഭവിക്കട്ടെ, മേലിൽ ബ്രാഹ്മണ ശാപം ഇദ്ദേഹത്തിന് ഉണ്ടാവാതിരിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഗംഗ വസിഷ്ഠന്റെ അടുത്ത്, ബൃഹസ്പതിയുടെ അടുത്ത്, ശുക്രാചാര്യരുടെ അടുത്ത്, പരശുരാമന്റെ അടുത്ത് 4 ഗുരുക്കന്മാരുടെ അടുത്ത് ചെന്ന് ഇദ്ദേഹത്തെ പഠിപ്പിക്കുന്നുണ്ട്. അവരുടെ കൂടെ താമസിച്ച് എല്ലാ വിദ്യകളും, ഇനി ലോകത്തില് സൂര്യന്റെ താഴെ അല്ലെങ്കിൽ അതിന് മുകളിലോ ഏതൊക്കെ അറിവ് വേണോ അതൊക്കെ ഈ സർവജ്ഞന്മാരായിട്ടുള്ള 4 പേരും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 32 വർഷത്തെ വിദ്യാഭ്യാസം കൊണ്ട് നേടേണ്ട അറിവെല്ലാം നേടിക്കഴിഞ്ഞ ഒരു ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഒരു എൻസൈക്ലോപീഡിയ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി, ഒരു വാക്കിംഗ് യൂണിവേഴ്സിറ്റി എന്ന് പറയാവുന്ന രീതിയിൽ വലിയൊരു അറിവിൻ്റെ ഭണ്ഡാരമായിട്ടാണ് ആ ഭീഷ്മർ ദേവവ്രതൻ 32 വയസ്സിൽ തിരിച്ച് അച്ഛൻ്റെ അടുത്തേക്ക് എത്തുന്നത്. അതൊക്കെ ഒരു യാദൃച്ഛികമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് മഹാഭാരതത്തിൽ, അല്ലേ? ആ ഗംഗയ്ക്ക് കുറുകെ തൻ്റെ അസ്ത്രങ്ങളെ കൊണ്ട് ഒരു ഡാം പണിത് ഗംഗയെ തടഞ്ഞു നിർത്തുന്ന ആ കുമാരനെ കണ്ടിട്ട് ശന്തനു കൊതിക്കുന്നുണ്ട്. ഇവൻ ആരാണ്? ഇവൻ എൻ്റെ മകനെ പോലെ തോന്നുന്നുവല്ലോ. ഇവൻ എൻ്റെ മകൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ഇതുപോലെ ഇരിക്കുമല്ലോ. ഇവനെ എനിക്ക് പുത്രനായി കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ശന്തനു ഈ ഭീഷ്മരുടെ അസ്ത്ര പ്രയോഗ സാമർഥ്യമെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഗംഗാദേവി ഗംഗയിൽ നിന്ന് കയറി വന്നതും അച്ഛനെയും മകനെയും തമ്മിൽ ചേർത്ത് വെച്ചതും. ഇത് അങ്ങയുടെ പുത്രൻ തന്നെയാണ്, അങ്ങയുടെ അനന്തരാവകാശിയായി രാജ്യം വാഴേണ്ട ആൾ തന്നെയാണ്, യോഗ്യനായിട്ടുള്ള ആളാണ്, 32 വർഷം ഞാൻ വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട്, എല്ലാ യോഗ്യതകളും തികഞ്ഞിട്ടുണ്ട്, ഇദ്ദേഹത്തെ അങ്ങ് എടുത്തോളൂ എന്ന് പറഞ്ഞ് ഗംഗ മകനെ തിരിച്ചേൽപ്പിച്ച ശേഷം ഗംഗ അന്തർദാനം ചെയ്തു പോയി. അപ്പോൾ ശന്തനുവിനുണ്ടായിട്ടുള്ള സന്തോഷം എന്തെന്ന് പറയാൻ പറ്റില്ല. കാരണം അത്രയ്ക്കും യോഗ്യനായിട്ടൊരു മകനെയാണ് കിട്ടിയിരിക്കുന്നത്. ലോകത്തിൽ ഇതുപോലൊരു യോഗ്യതയുള്ള ശക്തിയും സാമർഥ്യവും അറിവും പാണ്ഡിത്യവും എല്ലാം തികഞ്ഞ ഒരു നരോത്തമൻ, യുവകോമളൻ, ആരും കൊതിച്ചു പോകുന്ന ഒരു പുത്രൻ, അങ്ങനെയുള്ള ഒരാളെ തനിക്ക് പുത്രനായി ലഭിച്ചപ്പോൾ എന്തെന്നില്ലാതെ സന്തോഷിച്ച ശന്തനു അദ്ദേഹത്തെ നാട്ടിൽ കൊണ്ടുപോയി തൻ്റെ പുത്രനായി എല്ലാവരെയും അറിയിച്ച്, ദാ എൻ്റെ പുത്രനാണ്, ഗംഗാദത്തനാണ്, ദേവവ്രതനാണെന്ന് പറഞ്ഞ് വളർത്തി. അപ്പോഴേക്കും ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ജനങ്ങൾക്കൊക്കെ പ്രിയങ്കരനായി തീർന്നു. ജനങ്ങളൊക്കെ ഈ ഗംഗാദത്തനെ അല്ലെങ്കിൽ ദേവവ്രതനെ ഇതുപോലെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും, കാരണം അത്രയും കഴിവ്, എല്ലാ കാര്യത്തിലും അച്ഛനേക്കാൾ സാമർഥ്യമുള്ള ആളാണ് മകൻ എന്ന് ജനങ്ങൾക്ക് ബോധ്യമായി. സഭയിൽ എപ്പോഴും അച്ഛൻ്റെ കൂടെ ഉണ്ടാവും. ഏത് പ്രശ്നം വരുമ്പോഴും അച്ഛൻ പോലും മകൻ്റെ മുമ്പിൽ വിധി കൽപ്പിക്കാൻ മടിച്ചുകൊണ്ട് മകനോട് ചോദിക്കും എന്താ ചെയ്യേണ്ടതെന്ന്. കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കും. ഓരോ കാര്യത്തിലും ഓരോ പ്രശ്നത്തിലും അവസാനം ദേവവ്രതൻ്റെ വാക്കാണ് അവസാന വാക്ക്, എല്ലാവർക്കും സമ്മതമായിട്ടുള്ള വാക്ക്. അത്രയും പാണ്ഡിത്യമായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ എല്ലാവരുടെയും മനം കവർന്നെടുത്ത് ജനങ്ങൾ മുഴുവൻ, ഉദ്യോഗസ്ഥ പ്രമുഖരായിട്ടുള്ളവരും മന്ത്രിമാര്, സേനാനായകന്മാര്, ജനങ്ങള്, പ്രമുഖന്മാരായിട്ടുള്ളവരെല്ലാവരും തന്നെ പറഞ്ഞു ഇദ്ദേഹത്തെ വേഗം യുവരാജാവായി വാഴിക്കണം.
അങ്ങനെ ശന്തനു സന്തോഷപൂർവ്വം ഭീഷ്മനെ അല്ലെങ്കിൽ ദേവവ്രതനെ യുവരാജാവായി വാഴിച്ചു. യുവരാജാവായി വാഴിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അടുത്ത രാജാവ് ഇവൻ തന്നെയാണ് എന്നുള്ളതിൻ്റെ പ്രതിജ്ഞയാണത്. അപ്രന്റീസാണ്, രാജാവാകാനുള്ള ട്രെയിനി പീരിയഡാണ് യുവരാജാവ് എന്ന് പറയുന്നത്. ഒരു കമ്മിറ്റഡ് ആയിക്കഴിഞ്ഞു, ജനങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു കഴിഞ്ഞു. ഉപപ്രധാനമന്ത്രി അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി, വൈസ് പ്രസിഡന്റ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള സ്ഥാനമാണ് യുവരാജാവ്. അടുത്ത പ്രസിഡന്റ് ആവാൻ, അടുത്ത പ്രൈം മിനിസ്റ്റർ ആവാൻ ഉള്ള ട്രെയിനിങ്ങിലുള്ള അവസ്ഥയാണ്. അപ്പം അച്ഛൻ റിട്ടയർ ആയി കഴിഞ്ഞാൽ, അച്ഛൻ വാനപ്രസ്ഥം പോയി കഴിഞ്ഞാൽ മകൻ അടുത്ത രാജാവായി വരാൻ, അതിനുള്ള ട്രെയിനിങ്, ജനങ്ങളുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാൻ, ഉദ്യോഗസ്ഥന്മാരെയൊക്കെ തൻ്റെ സ്വാധീനത്തിലാക്കാൻ ഒക്കെ ഉള്ളൊരു സമയമാണത്. അല്ലാതെ പെട്ടെന്ന് ഒരാൾ ഒരു സുപ്രഭാതത്തിൽ കയറി വന്ന് രാജാവായി അഭിഷിക്തനായാൽ സേനാനായകന്മാരും മന്ത്രിമാരും ഒന്നും അയാളെ അക്സെപ്റ്റ് ചെയ്തോളണമെന്നില്ല. നമ്മളൊക്കെ എല്ലാ രംഗത്തും കാണാം, ഏത് രംഗത്ത് പോയാലും നമുക്കത് കാണാം. ഏത് ഉദ്യോഗസ്ഥാനത്താണെങ്കിലും അല്ലേ, പെട്ടെന്നൊരു സുപ്പീരിയർ വന്ന് ചാർജ് എടുത്താൽ, ഒരു SI വന്ന് ഒരു പോലീസ് സ്റ്റേഷനിൽ ചാർജ് എടുത്താൽ അവിടുത്തെ ഹെഡ് കോൺസ്റ്റബിൾമാരിങ്ങനെ നോക്കും, നമ്മളെത്ര കണ്ടതാ ഇതുപോലെയുള്ളവരെയൊക്കെ. അപ്പം പുതിയ ഫ്രഷ് അപ്പോയിൻമെൻ്റ് ആണ്. അപ്പോൾ അവനെ മൂക്കൊണ്ട് എണ്ണാന്ന് വരപ്പിക്കുക അവിടെയുള്ള കോൺസ്റ്റബിൾമാരും ഹെഡ് കോൺസ്റ്റബിൾമാരും ഒക്കെ. ഇത് ഞാൻ ചെറിയ സിമ്പിളായിട്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞു. അതുപോലെയാണ് എല്ലാ ലെവലിലും, ഏത് ഉദ്യോഗത്തിൽ പോയാലും ഏത് രംഗത്ത് പോയാലും പെട്ടെന്ന് ഒരാളെ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പം അതിനുള്ളൊരു സെറ്റപ്പാണ് നമ്മുടെ യുവരാജാവായി അഭിഷേകം ചെയ്യുക എന്നുള്ളതായിട്ടുള്ള രാജധർമ്മത്തിലുള്ളൊരു വ്യവസ്ഥ. അപ്പോൾ രാജാവായി കഴിഞ്ഞു അയാൾ, സക്സസർ എന്നാണ് അതിൻ്റെ അർത്ഥം. ഓർഡറിൽ, അടുത്ത ഓർഡറിൽ സക്സസറാണ് ഇയാളാണ് അടുത്ത രാജാവ്. അപ്പോൾ പ്രജകൾക്കൊക്കെ വലിയ സന്തോഷമായി. അങ്ങനെ രാജ്യഭാരം, ഭരണം ഭീഷ്മരാണ് ഏറ്റെടുത്ത് നടത്തുന്നത്. അച്ഛൻ റിട്ടയർഡായി, ശരിക്കും പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ പേരിന് രാജാവ് എന്നേ ഉള്ളൂ. അദ്ദേഹം എപ്പോഴും നായാട്ടിനും വിശ്രമത്തിനുമായിട്ട് സമയം ചെലവഴിക്കും. ഭീഷ്മരാണ് വളരെ നന്നായിട്ട് രാജ്യഭാരം കൈകാര്യം ചെയ്തിരുന്നത്. പ്രജകൾക്കൊക്കെ സന്തോഷം. അങ്ങനെ ഹസ്തിനപുരത്തിൻ്റെ യശസ് വർദ്ധിച്ചു കൊണ്ടുവരുന്ന കാലം. അപ്പോഴാണ് ഈ റിട്ടയർ ആവേണ്ട കാലത്ത് അച്ഛൻ നായാട്ടിന് പോയി അവസാനം എവിടെ പോയി എത്തിയത്? ഗംഗാതീരത്ത് ആ ദാശരാജൻ്റെ കുടിലിൻ്റെ അടുത്ത്. അവിടെ വെച്ച് ആ മുക്കുവത്തിയായ അല്ലെങ്കിൽ ദാശരാജൻ്റെ വളർത്തുപുത്രിയായിട്ടുള്ള സത്യവതി എന്ന സുന്ദരിയെ കണ്ട് ശന്തനു ഭ്രമിക്കുകയാണ്. വയസ്സുകാലത്ത് അദ്ദേഹത്തിന് റിട്ടയർ ആവേണ്ട കാലമായിരുന്നു. വാനപ്രസ്ഥത്തിലേക്ക് പോകേണ്ട കാലത്ത് ഈ സുന്ദരിയെ കണ്ട് ഭ്രമിച്ച് അദ്ദേഹം ചെന്ന അവളോട് വിവാഹാഭ്യർത്ഥന നടത്തി. അവൾ പറഞ്ഞു, ഞാനല്ല ആള്, ഞാൻ സ്വതന്ത്രയല്ല, എൻ്റെ അച്ഛനോട് ചെന്ന് ചോദിക്കും, എനിക്ക് വിരോധമില്ല, പക്ഷെ അച്ഛൻ സമ്മതിക്കണം. അങ്ങനെ അച്ഛനായിട്ടുള്ള ദാശരാജാവിനോട് ചെന്ന് ചോദിച്ചു. അയാൾ സൂത വിഭാഗത്തിൽപ്പെടുന്ന ആളാണ്, മുക്കുവന്മാരുടെ വിഭാഗത്തിൽപ്പെടുന്ന ആളാണ്. തോണികടത്തും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവരുടെ കുലത്തൊഴിൽ. അതാണ് ഇവളും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം ഡിമാൻഡ് ചെയ്തത്, ഇവളെ തരാം അങ്ങേക്ക്, യാതൊരു വിരോധവുമില്ല, പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, ഇവൾക്കുണ്ടാകുന്ന കുട്ടികളായിരിക്കണം ഹസ്തിനപുരത്തിൻ്റെ അടുത്ത അവകാശികൾ. അതിന് സമ്മതമാണെങ്കിൽ മാത്രമേ ഞാൻ ഇവളെ അങ്ങേക്ക് വിവാഹം കഴിച്ചു തരുള്ളൂ എന്ന് പറഞ്ഞു. ഇതൊരിക്കലും ന്യായമല്ല, ഒരു മര്യാദയല്ല, അധർമ്മമാണ് ഈ ചോദിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ശരി. പക്ഷേ ശന്തനുവിനെ പോലെ ഒരാളുടെ അടുത്ത് ഇത് ചോദിക്കാൻ ധൈര്യം കാണിക്കാൻ പാടില്ലാത്തതാണ്. അദ്ദേഹത്തിന് സ്വന്തം മകളുടെ കാര്യം, സ്വന്തം മക്കളുടെ പേരക്കുട്ടികളുടെ കാര്യം, അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥത. അപ്പം അങ്ങനെ ചോദിച്ചത് തെറ്റാണ്, ശരി, അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോന്നു. ശന്തനുവിന് അതിൽ താല്പര്യം, അത് വാക്കുകൊടുക്കാൻ പറ്റില്ലായിരുന്നു. കാരണം ഓൾറെഡി ഇവിടെ ഒരാൾ സക്സസറായി സ്ഥാനം ഏറ്റെടുത്ത് യുവരാജാവായി രാജ്യഭാരം കൈകാര്യം ചെയ്ത് വളർന്നു വരികയാണ്. പ്രജകൾക്കൊക്കെ പ്രിയനായിട്ട് രാജാവായി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരാളെ സ്ഥാനഭ്രഷ്ടനാക്കിയിട്ട് ജനിക്കാത്ത കുട്ടിക്ക് വേണ്ടി പ്രോമിസ് കൊടുക്കാൻ പറ്റുമോ? അതുകൊണ്ട് തൽക്കാലം അദ്ദേഹത്തിന് അത് സമ്മതിച്ചില്ല, അദ്ദേഹത്തിന് സമ്മതമായിരുന്നില്ല. അങ്ങനെ ആ ആഗ്രഹം അദ്ദേഹം തൽക്കാലം മനസ്സിൽ നിന്ന് വിട്ടു പോന്നു, മടങ്ങിപ്പോന്നു.
പക്ഷേ കൊട്ടാരത്തിൽ വന്നിട്ടും അദ്ദേഹത്തിന് ഈ സുന്ദരിയെക്കുറിച്ച് ഓർത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സ് കാമം കൊണ്ട് ഇളകിക്കൊണ്ടേയിരുന്നു. വളരെയധികം ദുഃഖിതനായിരുന്നു അദ്ദേഹം ഈ സുന്ദരിയെ സ്വന്തമാക്കാൻ പറ്റാത്തതിൻ്റെ, ഈ സത്യവതിയെ സ്വന്തമാക്കാൻ പറ്റാത്തതിൻ്റെ. അങ്ങനെ വിഷമിച്ച് അദ്ദേഹം ദീനനായി ഊണും ഉറക്കവും കുറഞ്ഞു വരുന്നു. ഒരു കാര്യത്തിലും താല്പര്യമില്ലാതാവണു. അങ്ങനെയായിട്ടുള്ള അച്ഛനെക്കുറിച്ച് മകൻ വാച്ച് ചെയ്തു. ദേവവ്രതൻ അച്ഛൻ്റെ ഈ ഒരു അലസതയും അച്ഛൻ്റെ ഈ ഇല്ലായ്മയും മൂഡൗട്ടും ഒക്കെ കണ്ടിട്ട് എന്താണെന്ന് അച്ഛനോട് ചോദിച്ച് അച്ഛൻ പറഞ്ഞില്ല. കാരണം അച്ഛന് മകനോട് പറയാൻ ധൈര്യമില്ല. അങ്ങനെ മകൻ എന്ത് ചെയ്തു? ഇദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായിട്ടുള്ള സാരഥിയോട് ചോദിച്ച് മനസ്സിലാക്കി. അപ്പോൾ സാരഥിയാണ് പേഴ്സണലായിട്ട് കൂടെ പോകുന്ന ആളാണല്ലോ, ഡ്രൈവറല്ലേ, എപ്പോഴും എവിടെയൊക്കെയാണ് പോകണമെന്ന് അറിയാമല്ലോ. അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് അച്ഛന് ഈ ഒരു ഭാവമാറ്റം. ഈ ഒരു സ്ത്രീയെ കണ്ട് മോഹിച്ചിട്ടുണ്ട്. ഇവളെ സ്വന്തമാക്കുന്നതിന് അദ്ദേഹത്തിന് തടസ്സമുണ്ടായി. ഇങ്ങനെയാണ് ആ ദാശരാജാവ് ഇങ്ങനെ തടസ്സം പറഞ്ഞതുകൊണ്ട് പ്രശ്നമായി. അതുകൊണ്ട് അച്ഛന് മനസ്സ് സങ്കടം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് മനസ്സിലാക്കിയ ദേവവ്രതൻ എന്ത് ചെയ്തു? നേരെ ഈ സാരഥിയെയും കൂട്ടി രഥവും എടുത്തുകൊണ്ട് ആ ദാശരാജാവിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അച്ഛനോട് സമ്മതം ചോദിച്ചില്ല. അച്ഛനോട് സമ്മതം ചോദിക്കാതെയാണ് തന്നെത്താൻ അങ്ങോട്ട് പോയി തീരുമാനിക്കുകയാണ്. പോയിട്ട് ദാശരാജാവിനോട് ചെന്ന് അപേക്ഷിക്കണം. ആർക്ക് വേണ്ടി? തൻ്റെ അച്ഛന് വേണ്ടി അദ്ദേഹത്തിൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുവാൻ വേണ്ടി വിവാഹാലോചനയ്ക്ക് പോവുകയാണ്. അപ്പോൾ ദാശരാജാവ് അല്ലെങ്കിൽ ദേവവ്രതനെ മര്യാദയ്ക്ക് സ്വീകരിച്ചു. കാരണം യുവരാജാവാണ്, ശക്തനാണ്, പണ്ഡിതനാണ്, എല്ലാം അറിയുന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ബഹുമാനിച്ച് സ്വീകരിച്ചു. അപ്പോൾ ഇദ്ദേഹം ആവശ്യം പറഞ്ഞപ്പോൾ അദ്ദേഹം തൻ്റെ ഡിമാൻഡ് പറഞ്ഞു. എനിക്ക് വിരോധമില്ല ഇവളെ അച്ഛന് തരുന്നതിന്, പക്ഷേ എൻ്റെ കണ്ടീഷൻ ഇതാണ്, ഇവൾക്കുണ്ടാകുന്ന കുട്ടികൾ വേണം അവിടെ അടുത്ത രാജാക്കന്മാരാവാൻ. അച്ഛന് കാലശേഷം അവർ വേണം രാജാക്കന്മാരായി മാറാൻ, അവർക്ക് രാജ്യാവകാശം കിട്ടണം എന്നുള്ള ഡിമാൻഡ് വെച്ചു. അപ്പോൾ ഭീഷ്മൻ അച്ഛനോടുള്ള സ്നേഹവും ഇതും കൊണ്ട് വാഗ്ദാനം ചെയ്തു. അതിന് പേടിക്കേണ്ട, ഞാൻ വാഗ്ദാനം ചെയ്യുന്നു, അച്ഛൻ്റെ കാലശേഷം ഈ അമ്മയ്ക്കുണ്ടാവുന്ന മക്കൾ തന്നെയായിരിക്കും രാജാക്കന്മാരാവുക എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് സമ്മതമായിരുന്നില്ല. എന്തുകൊണ്ടെച്ചാൽ അങ്ങിപ്പോൾ പറഞ്ഞു ശരി, അങ്ങ് സത്യസന്ധനായിരിക്കാം, പക്ഷെ അങ്ങയെപ്പോലെ ഒരാൾക്ക് വിവാഹം കഴിഞ്ഞ് മക്കളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ ശക്തന്മാരാണെങ്കിൽ അവർ സിംഹാസനത്തിൻ്റെ അധികാരം ചോദ്യം ചെയ്തു വന്നാൽ അവിടെ പ്രശ്നമാവൂലോ, യുദ്ധം ഉണ്ടാവും, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, ജനങ്ങൾ ആരുടെ കൂടെ നിൽക്കും എന്നൊക്കെ പ്രശ്നങ്ങൾ വരും. ശരിക്ക് ധാർമ്മികമായിട്ടും ആർക്കാണ് അവകാശം, ഇതൊക്കെ വരും. ദായക്രമങ്ങളുണ്ട് രാജധർമ്മത്തിൽ, ദായക്രമങ്ങളുമുണ്ട്. ദായക്രമവും യോഗ്യതാക്രമവും ഇതൊക്കെ നിശ്ചയിച്ചിട്ട് വേണം അടുത്ത യുവരാജാവിനെ തീരുമാനിക്കാൻ. അപ്പോൾ അതിലൊക്കെ പ്രശ്നങ്ങൾ വരും. അപ്പോൾ എന്ത് ചെയ്യും എന്നായി. അപ്പോഴാണ് നമ്മുടെ ദേവവ്രതൻ തന്നെ ഇഷ്ടപ്രകാരം ആരോടും ചോദിക്കാതെ താനിപ്പോൾ ഏതൊരു യുവരാജാവിൻ്റെ സ്ഥാനം നേരത്തെ തന്നെ അഭിഷിക്തനായി ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ഉദ്യോഗം വഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വാസ്തവം പറഞ്ഞാൽ ജനങ്ങളുടെയൊക്കെ സമ്മതം കൂടാതെ, വാസ്തവത്തിൽ ഇദ്ദേഹം ആ യുവരാജാവായി അഭിഷേകം ചെയ്തതോടുകൂടി അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമില്ലാതാവുകയാണ്. അദ്ദേഹം ഒരു വ്യക്തിയല്ലാതെ ആവുകയാണ്. അദ്ദേഹം ഒരു സ്ഥാനത്തിരിക്കുന്ന ആളാണ്. ആ സ്ഥാനത്തിരിക്കുന്ന ആൾക്ക് പിന്നെ സ്വാതന്ത്ര്യമില്ല, വ്യക്തി സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയാണ്. എങ്ങനെയാണോ നമ്മുടെ ശ്രീരാമസ്വാമി രാജാവായി അഭിഷിക്തനായി കഴിഞ്ഞപ്പോൾ സീതയെ ഉപേക്ഷിക്കേണ്ട ഒരവസ്ഥ വന്നപ്പോൾ ഉപേക്ഷിക്കുന്നത്, കാരണം ആ സ്ഥാനത്തിൻ്റെ ഇതാണ്. സീതയെക്കുറിച്ച് യാതൊരു സംശയവും രാമനില്ലെങ്കിലും സീത പതിവ്രതയാണ്, ചാരിത്രവതിയാണ്, സീതയ്ക്ക് ഒരു കളങ്കവും ഇല്ല എന്ന് ലോകത്തിൽ എല്ലാവരേക്കാൾ നന്നായിട്ട് അറിയുന്ന ആളാണ് രാമൻ. പക്ഷേ അവിടെ രാജസിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ സ്വതന്ത്രനല്ല. അതാണ് രാജധർമ്മം അനുശാസിക്കുന്നത്. അപ്പോൾ പ്രജകൾക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ അവിടെ രാമൻ തയ്യാറാവുകയാണ്. അപ്പം അതുപോലെ ഇവിടെ ഭീഷ്മർ യുവരാജാവായി കഴിഞ്ഞ അവസ്ഥയ്ക്ക് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമില്ല. ഈ പ്രജകളുടെ മുഴുവൻ സമ്മതം ചോദിച്ചിട്ടേ അദ്ദേഹം ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ അദ്ദേഹം പെട്ടെന്ന് തന്നിഷ്ടപ്രകാരം തൻ്റെ സ്വാതന്ത്ര്യം, തൻ്റെ കൈക്കരുത്താണ് ഇവിടുത്തെ സ്വാതന്ത്ര്യം, തൻ്റെ പൗരുഷമാണ് ഇവിടുത്തെ സ്വാതന്ത്ര്യം. ആരെന്നെ ചോദ്യം ചെയ്യും,
ഏത് നിയമങ്ങൾ എന്നെ ചോദ്യം ചെയ്യും? ബലസ്യ ഈശേ, ഞാൻ ബലവാനാണ്, എന്നെ എതിരിടാൻ, എന്നെ ചോദ്യം ചെയ്യാൻ ഈ ലോകത്തിൽ ആരുമില്ല, ഈ ഭൂമുഖത്ത് ആരുമില്ല എന്ന ആ ശക്തിയിൽ അഭിമാനിച്ചുകൊണ്ടാണ് അദ്ദേഹം അവിടെ വെച്ച് പ്രതിജ്ഞ ചെയ്തത്. ഇവിടെ ഈ പ്രതിജ്ഞ വാസ്തവത്തിൽ അധർമ്മമായിട്ടൊരു പ്രതിജ്ഞയാണ്. എന്തുകൊണ്ടെച്ചാൽ അച്ഛന് വേണ്ടി വിവാഹം കഴിപ്പിക്കാൻ മക്കൾക്ക് അവകാശമില്ല. നമ്മുടെ ഒരു ധർമ്മശാസ്ത്രത്തിലും അച്ഛനെ വിവാഹം കഴിപ്പിക്കൽ മക്കളുടെ ഉത്തരവാദിത്വമായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല. ഒന്നാമത്, അച്ഛൻ വയസ്സായി കഴിഞ്ഞു വാനപ്രസ്ഥം എന്ന വഴിക്ക് പോകേണ്ട ആളാണ്. യുവാവായിരിക്കുന്ന, എലിജിബിൾ ബാച്ചലറായിരിക്കുന്ന താൻ വിവാഹം കഴിച്ച് ഗൃഹസ്ഥാശ്രമം നയിക്കേണ്ട ആ താൻ അത് ഉപേക്ഷിച്ചിട്ട് വയസ്സനായിട്ടുള്ള ശന്തനുവിനെ പിടിച്ച് വിവാഹം കഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മകന്റെ കർത്തവ്യമല്ല. അത് അധർമ്മമാണ്. മകനെ ഒരു കാലത്തും ഒരു ശാസ്ത്രങ്ങളിലും ഈ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടില്ല. നിങ്ങളുടെ അച്ഛന് വയസ്സുകാലത്ത് വിവാഹം കഴിക്കണമെങ്കിൽ അത് സാധിച്ചു കൊടുക്കേണ്ടത് മക്കളുടെ ധർമ്മമാണ് എന്ന് പറഞ്ഞിട്ടില്ല. വേറെ മക്കളുടെ കാര്യങ്ങളൊക്കെ ഉദാഹരണമായിട്ട് പറയുമ്പോൾ രാമന്റെ കാര്യം പറയാം, അല്ലേ? ദശരഥൻ കാട്ടിലേക്ക് പോകാൻ പറഞ്ഞു, രാമൻ പോയി എന്ന് പറയുന്നു. അച്ഛന് വേണ്ടി, അച്ഛന്റെ വാക്ക് സത്യമാക്കാൻ വേണ്ടി പോയി. അവിടെ അച്ഛൻ പോകണ്ട എന്നാ പറയുന്ന വാസ്തവത്തില്. ദശരഥന്റെ ഇംഗിതത്തിന് എതിരായിട്ട് ധർമ്മം പാലിക്കാൻ വേണ്ടിയിട്ടാണ് രാമൻ പോകുന്നത്. അച്ഛൻ പറഞ്ഞ വാക്കിനെയാണ് പാലിക്കാൻ അച്ഛൻ അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ് ആദ്യത്തെ വാക്ക്. അച്ഛൻ കൈകേയിക്ക് കൊടുത്ത വാക്കാണ് പാലിക്കപ്പെടേണ്ടത്. അല്ലാതെ തന്നോട് നീ ഇവിടെ എന്നെ കാരാഗൃഹത്തിൽ അടച്ചിട്ട് രാജാവാകുക എന്നാണ് അച്ഛൻ പറയുന്നത്. പക്ഷെ രാമൻ അതല്ല. അച്ഛന്റെ ഇഷ്ടമാണ് പ്രവർത്തിക്കേണ്ടിയിരുന്നതെങ്കിൽ അങ്ങനെയാണ് രാമൻ പ്രവർത്തിക്കേണ്ടിയിരുന്നത്. ഇവിടെ ശന്തനുവിന്റെ ഇഷ്ടമാണ് ഭീഷ്മർ ചെയ്യുന്നത്. ശന്തനുവിന്റെ ഹിതമല്ല, ശന്തനുവിന്റെ പ്രിയമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെയല്ല രാമൻ ദശരഥന് പ്രിയമല്ല ചെയ്തത്, ദശരഥന്റെ ഹിതമാണ് ചെയ്തത്. അപ്പൊ രാമനുമായിട്ട് ഭീഷ്മരെ ഒരു തരത്തിലും താരതമ്യം ചെയ്യാൻ പറ്റില്ല. അതുപോലെ യയാതിയുടെ പുത്രന്മാരിൽ പൂരു അച്ഛന് യൗവനം കൊടുത്തു. അതല്ലെങ്കിൽ തന്നെ അച്ഛൻ വിവാഹിതനാണ്, 2 ഭാര്യമാർ അല്ലെങ്കിൽ തന്നെ ഉണ്ട്. അകാലത്തിൽ അദ്ദേഹത്തിന് വാർദ്ധക്യം വന്നു. അപ്പോഴാണ് ഒരു ശാപം കൊണ്ട് വാർദ്ധക്യം വന്നത്. അദ്ദേഹത്തിന് യൗവനം പുത്രന്മാർ ചോദിച്ചാൽ കിട്ടുകയാണെങ്കിൽ വാങ്ങിച്ചോ എന്ന് ആ ഗുരുവായിട്ടുള്ള അല്ലെങ്കിൽ ശുക്രാചാര്യർ പറഞ്ഞതുകൊണ്ടാണ് മക്കളുടെ യൗവനം ചോദിച്ചത്. അപ്പൊ പൂരു അച്ഛന് യൗവനം കൊടുത്തത്. അത് അച്ഛന്റെ ഇഷ്ടം, അച്ഛന്റെ ഹിതം അനുസരിച്ച് പൂരു ചെയ്തു. അതുമായിട്ടും ഇവിടെ താരതമ്യമില്ല. ഇവിടെ അച്ഛനെ വാസ്തവത്തിൽ നരകത്തിലേക്ക് തള്ളിയിടുകയാണ് മകൻ ചെയ്തത്. അച്ഛനെ നരകത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നവനാണ് പുത്രൻ. പുത്തെന്ന നരകത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നവൻ പുത്രൻ. പുന്നാമ നരകാത് ത്രായതേതി പുത്ര. ഇവിടെ വയസ്സുകാലത്തുണ്ടായ കാമത്തെ അദ്ദേഹം സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെ, അദ്ദേഹം ഇത് അധാർമികമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് മകനോടൊരു വാക്ക് പറയാതെ, ദാസരാജനോട് തർക്കിക്കാൻ നിൽക്കാതെ അയാൾ പറഞ്ഞ കണ്ടീഷൻ സ്വീകാര്യമല്ല എന്ന് പറഞ്ഞ് മടങ്ങി വന്നത്. അതിൻ്റെതായിട്ടുള്ള ആ ഒരു കാമത്തിൻ്റെതായിട്ടുള്ള ഒരു ദുഃഖം ഉണ്ടെങ്കിലും അത് അധാർമികമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹം അതിനെ തൻ്റെ സംസ്കാരം കൊണ്ട് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ചു കാലം കഴിയുമ്പോൾ അത് വിട്ടുപോകും. അത് പെർമനന്റ് ആയിട്ടൊന്നും കിടക്കാൻ പോകുന്നില്ല. കുറച്ചു കാലം കഴിയുമ്പോൾ അദ്ദേഹം അതിൽ നിന്ന്, ആ ചിന്തയിൽ നിന്ന് സ്വതന്ത്രനായിക്കോളും. പക്ഷേ അച്ഛൻ്റെ ഈ ഒരു വിഷമത്തെ തൽക്കാലം വളർത്തിക്കൊടുക്കുകയാണ് ഇവിടെ മകൻ ചെയ്തത്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അച്ഛൻ്റെ വയസ്സുകാലത്തുണ്ടായ കാമത്തെ ഒന്നുകൂടെ പ്രീണിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട യുവതിയെ ഭാര്യയാക്കി കൊടുത്തുകൊണ്ട് പിന്നീട് അദ്ദേഹം ജീവിച്ചത്, ഈ ശന്തനു ജീവിച്ചത് മുഴുവൻ ഒരു തരം കുറ്റബോധത്തോടു കൂടിയാണ്, സുഖലോലുപനായിട്ടാണ്. താൻ കാരണം തൻ്റെ പുത്രൻ അവിവാഹിതനായി നിൽക്കുന്നു, തൻ്റെ പുത്രൻ ഇനി ജീവിതത്തിൽ വിവാഹം കഴിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ആ ഒരു കുറ്റബോധം ശന്തനുവിനുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങളെ ഫേസ് ചെയ്യാൻ അദ്ദേഹത്തിന് ആവില്ല. അദ്ദേഹം നല്ലൊരു രാജാവല്ല, സ്വാർത്ഥനാണ് അദ്ദേഹം.
പക്ഷെ കിട്ടിയ ആ സന്ദർഭം അദ്ദേഹം പിന്നെ ദാമ്പത്യത്തിന് വേണ്ടി മാത്രം വിനിയോഗിക്കുകയാണ്. അങ്ങനെ അധികം താമസിയാതെ അദ്ദേഹം ഉള്ളിലുള്ള കുറ്റബോധവും കാമത്തിന്റെ ആധിക്യവും കൊണ്ട് അദ്ദേഹം നരകത്തിൽ വെന്തുരുകി അസുഖം പിടിച്ച് പെട്ടെന്ന് മരിച്ചു പോവുകയാണ് ഉണ്ടാകുന്നത്. അല്ലാതെ അദ്ദേഹത്തിന് വാനപ്രസ്ഥവും സന്യാസവും സ്വീകരിക്കാനുള്ള അവസരം ഉണ്ടായില്ല. അപ്പൊ ശന്തനുവിന്റെ ജന്മം പൂർണ്ണതയിൽ എത്തിച്ചില്ല. മകൻ എങ്ങനെയാണ് ചെയ്തു വെച്ചത്? അയാളുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തു. അങ്ങനെ കാമപരവശനായിട്ട് അദ്ദേഹം ഭാര്യയുമായി എപ്പോഴും ദാമ്പത്യ സുഖങ്ങളിൽ, വിഷയസുഖങ്ങളിൽ മുഴുകി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആയുസ് കുറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് അദ്ദേഹം മരിച്ചു വീണു. അതിൻ്റെ ഇടയ്ക്ക് 2 മക്കളുണ്ടായി. ആ 2 മക്കളുണ്ടായതും യോഗ്യരല്ലായിരുന്നു. അതിനെക്കുറിച്ചും അച്ഛന് സങ്കടമുണ്ട്. നല്ലൊരു യോഗ്യനായിട്ടുള്ള പുത്രൻ ബ്രഹ്മചാരിയായി നിൽക്കുക, രാജ്യാവകാശമില്ലാതെ നിൽക്കുക, ഇവിടെ ഒന്നിനും കൊള്ളാത്ത ഗുണമില്ലാത്ത വിത്തുകൾ ഉണ്ടായിരിക്കുന്നു 2 പാഴ്മരങ്ങൾ. അതാണ് വിചിത്രവീര്യനും ചിത്രാംഗതനും. അപ്പൊ അതിനൊക്കെ കാരണക്കാരനായത് ആരാണ്? ഈ ഭീഷ്മരുടെ ഈ അസ്ഥാനത്തുണ്ടായ ശപഥമാണ്. അനാവശ്യമായിട്ടുള്ള ശപഥമാണ്. ഞാൻ വിവാഹം കഴിക്കില്ല, ഞാനിതാ നിത്യബ്രഹ്മചാരിയായി, നൈഷ്ഠിക ബ്രഹ്മചാരിയായി ഇരിക്കും എന്നുള്ളതായിട്ടുള്ള ഒരു തൻ്റെ ഇച്ഛാശക്തി കൊണ്ടെടുത്ത ഒരു 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 ശപഥമായിരുന്നു. എന്നാൽ ഭീഷ്മർ എന്താണ് ചെയ്യേണ്ടത്? ഭീഷ്മർക്ക് ഈ ശപഥം ചെയ്യുന്നതോടുകൂടിയിട്ട് ഒരു ഓപ്ഷനേ ഉള്ളൂ. പിന്നെ നൈഷ്ഠിക ബ്രഹ്മചര്യം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ചെയ്യേണ്ടത് ഗുരു ശുശ്രൂഷയോടുകൂടെ ഗുരുകുലത്തിലേക്ക് തിരിച്ചു പോവുക, വാനപ്രസ്ഥനായി സന്യാസിയായി ജീവിക്കുക. അതാണ് ഒരു ബ്രഹ്മചാരി ചെയ്യേണ്ട കർത്തവ്യം. അതാണ് വർണ്ണാശ്രമ ധർമ്മങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്നത്. വർണ്ണാശ്രമ ധർമ്മം ഇതേ ഭീഷ്മർ കിടന്ന കിടപ്പില് യുധിഷ്ഠിരനെ ഉപദേശിക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് സൂക്ഷിച്ച് പഠിച്ചാൽ മനസ്സിലാവും. ബ്രഹ്മചാരി, നൈഷ്ഠിക ബ്രഹ്മചാരി വീട്ടിൽ നിൽക്കാൻ പാടുള്ളതല്ല. വീട്ടിൽ ഒരാൾ വിവാഹം കഴിയാതെ മൂത്ത പുത്രൻ നിൽക്കുമ്പോൾ താഴെയുള്ളവർക്ക് വിവാഹം നടക്കുവോ മര്യാദയ്ക്ക്? നിങ്ങളൊന്ന് ചിന്തിക്കുക. ഒരു മൂത്ത പുത്രൻ, നല്ല യോഗ്യനായിട്ടുള്ള ഒരാൾ വിവാഹം കഴിക്കാതിരിക്കുക, അതിൽ താഴെയുള്ള ആളുകൾ വിവാഹം ആലോചിക്കുക, വിവാഹം നടത്തുക, അവർ ഗൃഹസ്ഥന്മാരായിരിക്കുക. മൂത്ത ആളിങ്ങനെ തപസ്യയെ പോലെ വീട്ടിൽ തന്നെ കഴിയുക. അത് പാടുള്ളതല്ല, അത് ശാസ്ത്രം അനുവദിച്ചിട്ടുള്ളതല്ല. ഈ ശന്തനുവിന്റെ പോലും ഏട്ടൻ ദേവാബി എന്ന പേരുള്ള ഒരാളുണ്ടായിരുന്നു. അയാളായിരുന്നു ശരിക്കും രാജാവാകേണ്ട ആള്. ഈ ഭീഷ്മരുടെ അച്ഛന്റെ ജ്യേഷ്ഠനായിട്ടുള്ള ദേവാബി വളരെ യോഗ്യനായിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ജന്മനാ വിരക്തനായതുകൊണ്ട് അദ്ദേഹം രാജ്യഭാരം ഏറ്റെടുക്കാൻ തയ്യാറില്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ചെറുപ്രായത്തിൽ തന്നെ കാട്ടിലേക്ക് പോയ ആളാണ്, വാനപ്രസ്ഥനായി പോയ ആളാണ്. അപ്പൊ എന്നാ ആ മാതൃകയല്ലേ പിന്തുടരേണ്ടത്? മാതൃകകളുണ്ട് ഇഷ്ടം പോലെ. സ്വന്തം കുടുംബത്തിൽ ഇഷ്ടം പോലെ മാതൃകകളുണ്ട് ധർമ്മം പാലിച്ചവരുടെ. അതാണ് ഭരതവംശം. അപ്പൊ ആ ദേവാബി സ്ഥാനമൊഴിഞ്ഞ് വീട്ടിൽ നിന്ന് പോയത് കൊണ്ടാണ് ശന്തനുവിന് വിവാഹം കഴിക്കാനും രാജാവാകാനും ഒക്കെ ഉള്ളതായിട്ടുള്ള അവസരം കിട്ടിയത്. അതുപോലെയായിരുന്നു ഭീഷ്മരും ചെയ്യേണ്ടിയിരുന്നത്. അദ്ദേഹം ഈ ശപഥം ചെയ്തു. ശരി, അച്ഛന് വേണ്ടിയിട്ടൊരു സ്ത്രീയെ കൊണ്ടുവന്ന് അച്ഛനെ സമർപ്പിച്ചു. കൊടുത്തു കഴിഞ്ഞാൽ അച്ഛനോട് യാത്ര പറഞ്ഞ, അച്ഛ ഇനി എന്നെ ഇവിടെ നോക്കണ്ട, ഇനി എനിക്കിവിടെ ഒരു ഉത്തരവാദിത്വമില്ല, ഞാൻ എൻ്റെ ധർമ്മം നിർവഹിക്കാൻ ബ്രഹ്മചാരിയായിക്കൊണ്ട്, നൈഷ്ഠിക ബ്രഹ്മചാരിയായിക്കൊണ്ട് ഞാനിതാ ഗുരു ശുശ്രൂഷയുമായി കാട്ടിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഭിക്ഷാടനം ചെയ്ത് ജീവിക്കുന്നു, സന്യാസധർമ്മം സ്വീകരിക്കുന്നു, പരിവ്രാജക ധർമ്മം സ്വീകരിക്കുന്നു. ഇതാണ് വർണ്ണാശ്രമധർമ്മം. ഈ വർണ്ണാശ്രമധർമ്മമാണ് ശരശയ്യിൽ കിടന്നുകൊണ്ട് ഭീഷ്മർ വാതോരാതെ പറഞ്ഞു കൊടുത്തത്. അപ്പൊ ഈ വർണ്ണാശ്രമധർമ്മ ലംഘനങ്ങളെ, വ്യവസ്ഥകളെ മുഴുവൻ ലംഘിച്ചിട്ടാണ് ഭീഷ്മരുടെ വീട്ടിൽ തന്നെയുള്ള നിൽപ്പ്, ഗൃഹത്തിൽ തന്നെ, കൊട്ടാരത്തിൽ തന്നെ നിൽപ്പ്. അച്ഛൻ അവിടെ തെറ്റായിട്ടുള്ളൊരു കാര്യം ആവശ്യപ്പെട്ടു. അച്ഛന് പ്ലീസിംഗ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്തു കൊടുത്തപ്പോൾ പ്രത്യുപകാരമായിട്ട് അച്ഛൻ പറഞ്ഞു, നീ ഇവിടെ തന്നെ ഉണ്ടാവണം കേട്ടോ. എന്താണ്? അച്ഛന് സ്വാർത്ഥതയുണ്ട്. അച്ഛന്റെ സ്വാർത്ഥത
ഈ വംശത്തെ രക്ഷിക്കാൻ തൻ്റെ പുത്രന്മാരുണ്ടായിക്കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ യോഗ്യന്മാരല്ലെങ്കിൽ അവരെ രക്ഷിക്കുവാൻ പിതാവിൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ ജ്യേഷ്ഠൻ്റെ സ്ഥാനത്ത് ഒരു കാവൽക്കാരനായി നീ ഇവിടെ ഉണ്ടാവണം എന്ന് ആ സ്വാർത്ഥനായിട്ടുള്ള അച്ഛൻ ആവശ്യപ്പെടുന്നു. അപ്പൊ അച്ഛ, അത് ധർമ്മമല്ല, ഞാൻ പഠിച്ചിട്ടുള്ള ധർമ്മങ്ങളിൽ ഇത് വരില്ല എന്ന് പറഞ്ഞ് അച്ഛനോട് സലാം പറഞ്ഞ് പോകേണ്ടതായിരുന്നു. അപ്പൊ അവിടെ അച്ഛൻ പറഞ്ഞതിനെ വീണ്ടും അധാർമികമായിട്ടുള്ള കാര്യമാണ് അച്ഛൻ ആവശ്യപ്പെട്ടത്. അത് അച്ഛൻ പറഞ്ഞു എന്നുള്ള പേരിൽ അനുസരിക്കുക. അത് എവിടുത്തെ ധർമ്മമാണ്? അച്ഛൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പറഞ്ഞതൊക്കെ ധർമ്മാവോ? സ്വാർത്ഥനായിട്ടുള്ള അച്ഛൻ പറഞ്ഞ കാര്യത്തെ അത് ശരിയല്ല അച്ഛ, ധർമ്മമല്ല എന്ന് പറഞ്ഞ് അതെൻ്റെ പണിയല്ല, ഞാൻ എൻ്റെ പണി ചെയ്തു, അച്ഛന് വേണ്ടി ഇത്രയും ഒരു ത്യാഗം ചെയ്തു, അച്ഛനെ വിവാഹം കഴിപ്പിച്ചു, ഇനി അച്ഛൻ്റെ കുട്ടികൾ ക്ഷത്രിയന്മാരായിട്ട് ജനിക്കട്ടെ, അവർ യോഗ്യതയുണ്ടെങ്കിൽ അവർ രാജ്യം ഭരിക്കട്ടെ, അല്ലെങ്കിൽ അവരെ ശത്രുക്കൾ ആക്രമിച്ചു കൊന്ന അവരുടെ പാട്, അവർക്ക് കാവൽക്കാരനായിരിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കില്ല. ഞാൻ വെറും ഒരു കാവൽക്കാരനാവേണ്ടവനല്ല, ഒരു ഗുണ്ടയായിട്ട് കാവലിരിക്കേണ്ടവനല്ല. ബോഡി ഗാർഡോ ഗുണ്ടയോ എന്നൊക്കെയാണ് അതിന് വിളിക്കുക. പിന്നെ അപ്പം അതല്ല എൻ്റെ പണി. അവരവരുടെ ക്ഷത്രിയന്മാരാണെങ്കിലേ അവർ അധികാരത്തിൽ വരാൻ പാടുള്ളൂ. സ്വന്തം ശരീരം രക്ഷിക്കാൻ അവർക്ക് കഴിവില്ലെങ്കിൽ പിന്നെ അവരെന്തിന് സിംഹാസനത്തിൽ വരണം? സ്വന്തം കാര്യം നോക്കാൻ കഴിവില്ലാത്തൊരു സിംഹാസനത്തിൽ വരാൻ പാടില്ല. ഇതാണ് ഭരതവംശം. ഭരതന്റെ കഥയിൽ നിന്നാണ് അത് തുടങ്ങുന്നത്. മഹാഭാരതം. ഭരതന്റെ മക്കൾ 9 പേരുണ്ടായിട്ടും അവർ യോഗ്യരല്ല എന്നത് പറഞ്ഞുകൊണ്ട് ഭരതൻ പറയുന്നുണ്ട്, ഇവരെന്റെ മക്കളല്ല എന്ന്. അത് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്താണ്? ഭരതന്റെ 3 ഭാര്യമാരാണ് ഭരതന്. ദുഷ്യന്തപുത്രനായിട്ടുള്ള ഭരതന് 3 ഭാര്യമാരുണ്ടായിരുന്നു. ആ 3 ഭാര്യമാർക്ക് 3 മക്കൾ, മൊത്തം 9 ആൺമക്കൾ ഉണ്ടായിരുന്നു. 9 ആൺമക്കളെയും ഗുരുകുലത്തില് വിദ്യാഭ്യാസത്തിന് അയച്ചു. 9 പേരും നല്ല രീതിയിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ആ ഗുരുകുലത്തിൽ നിന്ന് സമാവർത്തനം കഴിഞ്ഞ് അവരുടെ പരീക്ഷണങ്ങൾ കഴിഞ്ഞ് പുറത്തേക്ക് വരേണ്ട ദിവസം എല്ലാ പണ്ഡിതന്മാരും അഭ്യാസികളും മഹാത്മാക്കളും ഒക്കെ നിറഞ്ഞിരിക്കുന്ന സദസ്സിൽ വെച്ച് കുട്ടികൾ അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കണം. അങ്ങനെയുള്ള സഭയിൽ വെച്ച് ഭരതനും ഇരിക്കുന്നതായിട്ടുള്ള സഭയിൽ വെച്ചിട്ട് കോൺവൊക്കേഷൻ സെറിമണി എന്നൊക്കെ പറയുന്ന അവരുടെ പരീക്ഷാഘട്ടമാണ്. അപ്പോൾ അവരുടെ ആയുധ പാടവങ്ങൾ, അവരുടെ അറിവുകൾ, ഇതൊക്കെ മറ്റുള്ള പണ്ഡിതരെ, സഭയിലുള്ള ആളുകൾ ചോദ്യം ചെയ്താൽ അതൊക്കെ മറുപടി കൊടുക്കണം. ഏത് ധർമ്മശാസ്ത്രങ്ങൾ ചോദിച്ചാലും അതിന് ഉത്തരം കൊടുക്കണം. ഏത് ആയുധ പ്രയോഗം പറഞ്ഞാലും അവരത് ചെയ്ത് കാണിക്കണം. ഇതാണ് ക്ഷത്രിയ ബാലന്മാർക്കുള്ള പരീക്ഷ. അപ്പോൾ ആ പരീക്ഷ കഴിഞ്ഞാലേ അവർ പാസ്ഡ് ഔട്ട് ആവുള്ളൂ. അവർ ഗ്രാജുവേറ്റഡ് ആയി അവരിനി വീട്ടിലേക്ക് പോകാം, ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാം, ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞു എന്നുള്ള ആ പബ്ലിക്കായിട്ട് സർട്ടിഫൈ ചെയ്യണം, ജനങ്ങൾ അംഗീകരിക്കണം. അതിനാണ് ഈ സഭയിൽ ഇങ്ങനെ അവരുടെ ആയുധാഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ആ സഭയിൽ വെച്ച് ഈ കുട്ടികൾ 9 പേരും അവരുടെ അഭ്യാസ പ്രകടനങ്ങൾ നടത്തുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ആചാര്യൻ അവരോട് ആവശ്യപ്പെട്ടത്. അതുപോലെ അവരുടെ അറിവിനെ പരീക്ഷിക്കുന്ന ഘട്ടത്തിലൊക്കെ വളരെ ലളിതങ്ങളായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ച് അവർക്ക് ഉത്തരം മുട്ടാത്ത രീതിയിൽ, അല്ലേ, അധ്യാപകരുടെ സഹായത്തോടുകൂടി കുട്ടികൾ വേഗം പാസ്സാവുക, ഗ്രേസ് മാർക്കോട് കൂടിയിട്ട്. പക്ഷേ ചക്രവർത്തിയായിരുന്ന ഭരതന് അത് സമ്മതമായിരുന്നില്ല. തൻ്റെ മക്കൾ ഇങ്ങനെ പോരാ, ഈ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക, ഈസി ആയിട്ടുള്ള ആയുധങ്ങൾ പ്രയോഗിച്ച് കാണിക്കുക, ഇത് ചക്രവർത്തി അടുത്ത രാജാക്കന്മാരാവേണ്ടവരാണ്. ഇവര് അടുത്ത കിരീടാവകാശികളായിട്ട് വരേണ്ടവരാണ്, ക്ഷത്രിയന്മാരാണ്. അവർക്ക് ഈ യോഗ്യത പോരാ. അവർ ഗ്രേസ് മാർക്കിൽ പാസ്സാവേണ്ടവരല്ല, അവർ ഫസ്റ്റ് റാങ്കിൽ തന്നെ പാസ്സാവണം. അതുകൊണ്ട് ഭരതൻ തന്നെ സ്വയം ചോദ്യങ്ങൾ ചോദിക്കുകയും സ്വയം പരീക്ഷണങ്ങൾ കൊടുക്കുകയും ചെയ്തു ആ സഭയിൽ വെച്ചിട്ട് മക്കൾക്ക്. ആ 9 മക്കളും അതിൽ പരാജയപ്പെടുന്നു. അവർക്ക് കഴിവില്ലായിരുന്നു. അപ്പൊ ഗുരുക്കന്മാർ അവരെ രാജാവിന്റെ മക്കളാണ് എന്നുള്ള ഒരു പ്രിവിലേജ് കൊടുത്തുകൊണ്ട് ബൈപ്പാസ് ചെയ്ത് വിടുകയായിരുന്നു. നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ചിലർക്ക് ഗ്രേസ് മാർക്കൊക്കെ കൊടുത്ത് അടുത്ത കാലത്ത് കുറെ ആൾക്കാരെ പാസ്സാക്കിയിട്ടൊക്കെ ഉണ്ട്. അതുപോലെ ഗ്രേസ് മാർക്കൊക്കെ കൊടുത്ത് പാസ്സാക്കുകയായിരുന്നു. പക്ഷെ അത് സമ്മതമായിരുന്നില്ല ആ ഭരതന്. അപ്പൊ ഭരതൻ സഭയിൽ വെച്ച് പറഞ്ഞു, ഇവരെന്റെ മക്കളല്ല എന്ന്. സ്വന്തം മക്കൾ തന്നെയാണ്, അതറിയാം അദ്ദേഹത്തിന്. തൻ്റെ ഭാര്യമാരിലുണ്ടായിട്ടുള്ള മക്കൾ തന്നെയാണ് അവരെ. പക്ഷെ അദ്ദേഹം തള്ളിപ്പറഞ്ഞു,
എന്താ അതിന്റെ അർത്ഥം? ഇവര് രാജകുമാരന്മാരാവാൻ യോഗ്യരല്ല, അവർ പരീക്ഷ പാസ്സായിട്ടില്ല, അവർ തിരിച്ചവിടെ രാജകൊട്ടാരത്തിൽ വന്ന് രാജ്യാവകാശം ഉന്നയിക്കാൻ യോഗ്യരല്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇവർ എൻ്റെ മക്കളല്ല എന്ന്. അങ്ങനെ അദ്ദേഹം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നീടാണ് ഈ അമ്മമാര് 3 പേരും, അവർക്ക് പേടിയായി, എൻ്റെ മക്കളല്ല എന്ന് പറഞ്ഞതിനെ അവർ തെറ്റിദ്ധരിച്ച് ഈ 9 മക്കൾക്കും ഈ 3 അമ്മമാരും വിഷം കൊടുത്ത് കൊന്നു. ഭരതന്റെ 9 മക്കളെ 3 അമ്മമാരും കൂടി ആലോചിച്ച് വിഷം കൊടുത്ത് കൊല്ലുകയാണ് ഉണ്ടാകുന്നത്. അത് ഭരതൻ പ്രതീക്ഷിച്ചിട്ടില്ല എങ്ങനെയൊക്കെ അബദ്ധം പറ്റുന്നു. ഭരതൻ സങ്കടത്തിലായി. അയ്യോ, ഞാൻ അതല്ലല്ലോ ഉദ്ദേശിച്ചത്. പക്ഷെ അമ്മമാര് കടുങ്കൈ ചെയ്തു പോയി. അങ്ങനെ 9 കുട്ടികൾ മരിച്ചു. ഇപ്പൊ മക്കളില്ല ഭരതന്. അങ്ങനെയാണ് ഭരതൻ ഒരു യാഗം ചെയ്തിട്ടാണ് അതിൽ നിന്ന് ശ്രേഷ്ഠനായിട്ടുള്ളൊരു പുത്രനെ സങ്കല്പിച്ച് ഉണ്ടായി വരുന്നതാണ്. ഭൂമന്യു എന്ന പേരിൽ ഒരു കുട്ടി ഉണ്ടായി വരുന്നത്. പിന്നീട് ആ കുട്ടിയാണ് രാജഭാരം ഏറ്റെടുപ്പിക്കുന്നത്. അപ്പൊ യോഗ്യനായിട്ടുള്ളൊരു ക്ഷത്രിയ ഗുണങ്ങളുള്ള ഒരാളെ രാജ്യഭാരം ഏറ്റെടുക്കുന്നതായിരുന്നു ധർമ്മം. അങ്ങനെയാണ് പിന്നെ ആ വംശ പരമ്പര നിലനിൽക്കുന്നത്. അപ്പൊ ഇത്രയൊക്കെ കഥകൾ മുമ്പിൽ കിടപ്പുണ്ട് മഹാഭാരതത്തില്. ഇതൊക്കെ ചേർത്ത് വായിച്ചാലേ ഭീഷ്മർ ചെയ്ത തെറ്റെന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഈ വംശത്തിലാണ് ഇതുപോലെയുള്ള തേർഡ് റേറ്റ് ആൾക്കാർ പണിയെടുക്കുന്നത്. ഈ ശന്തനുവിനെ പോലെ സ്വാർത്ഥനായിട്ടുള്ള ഒരാൾക്ക് വേണ്ടി ഭീഷ്മര് അദ്ദേഹം പറഞ്ഞത് കേട്ട് കൊട്ടാരത്തിൽ തന്നെ മക്കളുടെ കാവൽക്കാരനായി നിൽക്കുന്നത് ഒരു തരത്തിലും ധർമ്മമല്ല. അപ്പൊ അദ്ദേഹം അച്ഛനെ അനുസരിച്ചുകൊണ്ട് ശരി എന്ന് പറയുകയാണ്. അതിലും ഉള്ളിലൊരു സ്വാർത്ഥത ഉണ്ടാവാം. എന്താ പറയുക, രാജ്യത്തിന്റെ സൗകര്യങ്ങളൊക്കെ അനുഭവിച്ചു കൊണ്ടിരുന്ന ആളാണ് യുവരാജാവായിട്ട്. അദ്ദേഹത്തിന് പെട്ടെന്ന് അതൊന്നും വലിച്ചെറിഞ്ഞ് പോകാൻ തോന്നിയില്ല. അങ്ങനെ തന്നെ അവിടെ തന്നെ യുവരാജാവായി തുടർന്നു അദ്ദേഹം. പിന്നെ അച്ഛൻ്റെ മക്കള് ജനിച്ചു. ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ അച്ഛൻ മരിച്ചു. മക്കള് വളരുന്നത് വരെ ഭീഷ്മരാണ് രാജ്യം ഭരിച്ചത്. കുട്ടികൾ വലുതായി വരുന്നവര് ആരാ രാജ്യം ഭരിച്ചത്? ഭീഷ്മർ തന്നെയാണ് രാജ്യം ഭരിച്ചത്. പക്ഷെ അപ്പോഴേക്കും മൂത്തപുത്രൻ ചിത്രാംഗതനായിരുന്നു. ആ ചിത്രാംഗതൻ വനത്തിൽ പോയതായിട്ടുള്ള സമയത്ത് മറ്റൊരു ചിത്രാംഗതൻ എന്ന പേരുള്ള ഒരു ഗന്ധർവനുമായിട്ട് യുദ്ധമുണ്ടായി. ആ ഗന്ധർവൻ പറഞ്ഞു, 2 ചിത്രാംഗതന്മാർ ഭൂമിയിൽ വേണ്ട, ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞു. നീ എന്നെ യുദ്ധം ചെയ്ത് ജയിച്ചാൽ നീ പൊക്കോ, അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞിട്ടാണ് ചിത്രാംഗതനുമായി യുദ്ധം ചെയ്തതും ആ ഗന്ധർവനായ ചിത്രാംഗതൻ ഈ ക്ഷത്രിയനായ ചിത്രാംഗതനെ കൊന്നു. അപ്പൊ അത്രക്കേ കൊള്ളുള്ളൂ, അത്രക്കേ യോഗ്യതയുള്ളൂ എന്നർത്ഥം. ഈ വംശത്തിൽ അങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഉണ്ടായിട്ടുള്ളത്, പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരാണ് ഉണ്ടായിട്ടുള്ളത്. അവിടെയാണ് ഈ നിസ്സാരനായിട്ട് കൊല്ലപ്പെടുന്നത്. അപ്പൊ യോഗ്യതയില്ല എന്നുള്ളതിന്റെ തെളിവാണ്. അത് കഴിഞ്ഞ് വിചിത്രവീര്യൻ എന്നുള്ള അനുജൻ, അയാൾ വളർന്നു വരുന്നത് വരെ പിന്നെയും ഭീഷ്മർ തന്നെയാണ് ഭരിച്ചത്. അയാൾ വളർന്നു വന്നപ്പോഴും അയാൾ അസുഖം ഉള്ള ആളായിരുന്നു. ക്ഷയരോഗം ജന്മനാ തന്നെ ഉള്ള ആളായിരുന്നു. ഒരു ശക്തിയുമില്ലാത്ത ആളായിരുന്നു. ഒരിക്കലും രാജാവാകാനുള്ള ഒരു അർഹതയുമില്ല. എന്നിട്ടും അയാളെ ഡമ്മിയാക്കി, ബിനാമിയാക്കി സിംഹാസനത്തിൽ ഇരുത്തുന്നു. അത് രാജധർമ്മത്തിനെതിരാണ്. ശക്തനായിട്ടുള്ള യോഗ്യതകളെല്ലാം തികഞ്ഞ ഒരാളെ രാജാവാകാൻ പാടുള്ളൂ എന്ന് രാജധർമ്മത്തിലുണ്ട്. അതിന് വിരുദ്ധമായിട്ട് ഈ ചോമ്പേരിയെ, ഒന്നിനും കൊള്ളാത്ത ഒരു ഡമ്മിയെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് മുമ്പിലിരുത്തിയിട്ട് ആരാ ഭരിക്കുന്നതപ്പോ? ഭരിക്കുന്ന മുഴുവൻ ഭീഷ്മരാണ്. അപ്പൊ ഏതൊരു രാജ്യത്തെ അദ്ദേഹം ഉപേക്ഷിച്ചുവോ, ഏതൊരു സിംഹാസനത്തെ ഉപേക്ഷിച്ചുവോ, അതിനെ തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇതിന് ഭാഗവതത്തിന്റെ ഭാഷയിൽ വാന്താശി എന്ന് പറയും. ഛർദിച്ചതിനെ തിന്നുക. ആരെങ്കിലും തിന്നുവോ? ഛർദിച്ചത് ആരെങ്കിലും ഭക്ഷിക്കുവോ? സ്വയം ഉപേക്ഷിച്ചതാണ് രാജ്യം. വലിയ പ്രതിജ്ഞ ചെയ്തിട്ട് പേരെടുത്തതാണ് ആള്. ഗംഭീരമായിട്ട് പ്രതിജ്ഞ ചെയ്തു, എല്ലാം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അതേ സിംഹാസനത്തിന്റെ ആ രാജസിംഹാസനത്തിൽ ഇരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ രാജ്യഭാരങ്ങൾ മുഴുവൻ നടത്തുന്നത്, അധികാരം കൈയാളുന്നത്
അതിൻ്റെ മര്യാദകളൊക്കെ ഏറ്റുവാങ്ങിക്കുന്നത്, എല്ലാ പ്രിവിലേജുകളും അനുഭവിക്കുന്നത് ഒക്കെ ഭീഷ്മരാണ്. ഹസ്തിനപുര സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ അന്ന് ലോകത്ത് അറിയപ്പെടുന്ന ആ ഭീഷ്മരുടെ സാമ്രാജ്യം, അല്ലാതെ വിചിത്രവീരനെയൊന്നും ആർക്കും അറിയില്ല. അങ്ങനെ ഏട്ടൻ വീട്ടിൽ നിൽക്കുകയാണ്. അനുജൻ, ഈ രോഗിയായിട്ടുള്ള അനുജൻ അവിടെ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തെ കാശിരാജാവിൻ്റെ 3 പെൺമക്കളുടെ സ്വയംവരത്തിന് ക്ഷണിച്ചില്ല. കാരണം ഇവൻ യോഗ്യനല്ല. ഈ ക്ഷയരോഗിയും യോഗ്യതയുമില്ലാത്ത ബിനാമി മാത്രമായിരിക്കുന്ന ഈ വിചിത്രവീരന് പെണ്ണുകൊടുക്കാൻ കാശിരാജാവിന് സമ്മതമായിരുന്നില്ല. അതുകൊണ്ട് വിവാഹത്തിന് വിളിച്ചില്ല. ഇയാളാണെങ്കിൽ ബ്രഹ്മചാരിയാണെന്ന് പ്രതിജ്ഞയും ചെയ്തിട്ടുണ്ട്, പിന്നെന്തിനു ക്ഷണിക്കണം? അതുകൊണ്ട് ഹസ്തിനപുരത്തെ വിവാഹത്തിന് വിളിച്ചില്ല. പക്ഷേ ഇദ്ദേഹം വിചിത്രവീരന് വിവാഹം കഴിപ്പിക്കാൻ കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കാശിരാജാവിൻ്റെ മക്കളുടെ വിവാഹം ഗംഭീരമായിട്ട് നടക്കണു, സ്വയംവരം. നമ്മളെ മാത്രം വിളിച്ചില്ല. ആ ഒരു അഭിമാനത്തിന് ക്ഷതമേറ്റു. അപ്പോഴാണ് അദ്ദേഹം ഏകനായിക്കൊണ്ട് ആ വിവാഹ സദസ്സിലേക്ക് ചെല്ലുന്നതും തൻ്റെ ശക്തി, പൗരുഷം ഉപയോഗിച്ചുകൊണ്ട് അവിടെയുള്ള രാജാക്കന്മാരെയും എല്ലാവരെയും എതിർത്ത് തോൽപ്പിച്ചുകൊണ്ട് ആ 3 പെൺകുട്ടികളുടെ സമ്മതം ചോദിക്കാതെ ബലാത്കാരേണ ബലസ്യ ഈശേ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ശക്തനാണ്, എനിക്ക് എന്തുമാവാം എന്ന മട്ടിൽ ആ 3 പേരെയും വലിച്ചഴച്ചുകൊണ്ട് വന്നത്. അവരോട് ആരോടും ചോദിച്ചില്ല, നിങ്ങളുടെ എന്താ ഉദ്ദേശം? സ്വയംവരമാണല്ലോ, നിങ്ങൾ ആരെയാ വരിക്കാൻ പോകുന്നത്? എൻ്റെ കെയർ ഓഫിൽ ഒരാളുണ്ട്, വരണോ? കൊണ്ടുപോകാമെന്നല്ല പറഞ്ഞത്. രഥത്തിലേക്ക് വലിച്ചു കയറ്റുകയാണ് ഉണ്ടായത്. എതിർക്കാൻ വന്നവരെയൊക്കെ യുദ്ധത്തിൽ തോൽപ്പിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിലൊരാൾ സാൽവൻ എന്ന് പറഞ്ഞ രാജാവ്, നമ്മുടെ മൂത്ത കാശിരാജാവിൻ്റെ മകളെ അംബയെ സ്നേഹിച്ചിരുന്നവൻ ഉണ്ടായിരുന്നു. അവർ തമ്മിൽ സ്നേഹമായിരുന്നു. അപ്പോൾ സാൽവൻ ഭീഷ്മരെ കുറേ ദൂരം എതിരിട്ട് യുദ്ധം ചെയ്തു. ആ സാൽവനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് അവമാനിച്ച് അയക്കുകയാണ് ഉണ്ടായത്. അപ്പോഴും ചോദിച്ചില്ല അംബയോടോ നിങ്ങളിൽ ആർക്കെങ്കിലും ഇയാളോട് പ്രേമമുണ്ടോ? ആ യുദ്ധസമയത്തൊന്നും ചോദിച്ചില്ല, പറയാൻ അവസരവും കൊടുത്തില്ല. പിന്നീടാണ് അവരെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് അവരുടെ വിവാഹത്തിന് ഒരുക്കം ചെയ്തപ്പോൾ, വിചിത്രവീരനുമായിട്ട് വിവാഹം ഒരുങ്ങിയപ്പോൾ, അപ്പോഴാണ് അംബ പേടിച്ച് പറഞ്ഞത് തൻ്റെ മനസ്സിൽ സാൽവനായിരുന്നു, താൻ സാൽവനെ വിവാഹം കഴിക്കാനിരുന്നതായിരുന്നു. അപ്പോഴാണ് ഭീഷ്മർക്ക് അബദ്ധം പറ്റിയെന്ന് മനസ്സിലായത്. ശരി, നീ പൊക്കോ എന്ന് പറഞ്ഞ് അംബയെ അയച്ചുവിട്ടു. അംബ തിരിച്ച് സാൽവനോട് ചെന്ന് യാചിച്ചു. സാൽവൻ അവമാനിതനായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് സ്വീകാര്യമല്ല. നീ മറ്റൊരുത്തൻ്റെ ബലത്തിന് അധീനയായി അവൻ തട്ടിക്കൊണ്ടുപോയവളാണ്. ഞാൻ ഒരു പുരുഷനാണ്, ഒരു രാജാവാണ്. വേറൊരാൾ തട്ടിക്കൊണ്ടുപോയതിൻ്റെ ബാക്കി, അല്ലേ, എച്ചിൽ എന്ന് പറയും നമ്മുടെ ഭാഷയിൽ, അത് കഴിക്കാൻ എനിക്ക് സമ്മതിക്കുന്നില്ല, എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. ഞാനൊരു വീരനായിട്ടുള്ള ക്ഷത്രിയനാണ്, അതുകൊണ്ട് എനിക്ക് സമ്മതമല്ല, ഞാൻ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ് സാൽവൻ കൈയൊഴിഞ്ഞു. അത് ക്ഷത്രിയന്മാരുടെ ധർമ്മമാണ്, അയാൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പം അങ്ങനെ കൈയൊഴിഞ്ഞപ്പോൾ ഒരു നിവൃത്തിയില്ല. അങ്ങനെ വീട്ടിലും വേണ്ട, നാട്ടിലും വേണ്ട, അനാഥയായി പോയി അംബ. അങ്ങനെയാണ് തിരിച്ച് ഭീഷ്മരോട് തന്നെ വന്ന് പറഞ്ഞു, അങ്ങാണ് എൻ്റെ ജീവിതം നശിപ്പിച്ചത്. അങ്ങ് എൻ്റെ സമ്മതം കൂടാതെ എന്നെ വലിച്ചഴിച്ചുകൊണ്ട് വന്നു. എന്നെ വിവാഹം കഴിക്കാനിരുന്ന ആൾ എന്നെ ഉപേക്ഷിച്ചു. അതുകൊണ്ട് ഇനി അങ്ങ് തന്നെ എന്നെ സ്വീകരിക്കണം. അപ്പോൾ തട്ടിക്കൊണ്ടുവന്നാൽ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. പക്ഷെ അവിടെ ധർമ്മം എവിടെ പോയി? അവിടെ തൻ്റെ സ്വാർത്ഥമായിട്ടൊരു പ്രതിജ്ഞയെ പറഞ്ഞുകൊണ്ട്, ഞാൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്, അതുകൊണ്ട് എനിക്ക് നിന്നെ രക്ഷിക്കാനാവില്ല, ഞാൻ വിവാഹം കഴിക്കില്ല, നീ നിന്നെ കൊണ്ടാവുന്നത് നോക്കിക്കോ എന്ന് പറഞ്ഞ് അവളെ പുറത്താക്കി, അവളെ ഓടിച്ചു വിട്ടു. അങ്ങനെയാണ് അവൾ ആരോടൊക്കെ പോയി അഭയം ചോദിച്ചു. ഈ ഭീഷ്മരെ എതിർക്കാൻ വേണ്ടിയിട്ട് ആർക്കും ശക്തി ഉണ്ടായിരുന്നില്ല, ആരും തയ്യാറായില്ല. ലോകത്തിലേക്ക് അന്ന് വെച്ച് ഏറ്റവും വലിയ ശക്തനായിരുന്നു ഭീഷ്മർ. അദ്ദേഹത്തെ എതിരിടാൻ ഒരു രാജാക്കന്മാരും തയ്യാറായില്ല. അങ്ങനെയാണ് അവസാനം പരശുരാമൻ്റെ അടുത്ത് എത്തിപ്പെടുന്നത്. ഭീഷ്മരുടെ ഗുരുവായിട്ടുള്ള ക്ഷത്രിയ അന്തകനായിട്ടുള്ള പരശുരാമൻ്റെ അടുത്ത് ചെന്ന് അംബ ചെന്ന് അഭ്യർത്ഥിക്കുന്നതും സഹായം ചോദിക്കുന്നതും, പരശുരാമൻ ആ സ്ത്രീയുടെ കണ്ണുനീർ കണ്ട് അത് ധർമ്മമാണ്, അവൾ പറയുന്നത് അത് ശരിയായിട്ടുള്ളതാണ് എന്ന് തോന്നി. ശരി, ഞാൻ പറഞ്ഞാൽ അവൻ കേൾക്കും, കാരണം അദ്ദേഹം ഗുരുവാണ്.
ഗുരുവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പരശുരാമൻ ഭീഷ്മരോട് ഈ കാര്യം പറയാനായിക്കൊണ്ട് കുരുക്ഷേത്രത്തിലേക്ക് വരികയാണ്. കുരുക്ഷേത്രത്തിൽ വന്ന് അദ്ദേഹം ഒരു ഭാഗത്തിരുന്ന് ഒരു ദൂതനെ അയക്കുന്നു പരശുരാമൻ ഭീഷ്മരുടെ അടുത്തേക്ക്. ഇങ്ങനെ ആചാര്യൻ വന്നിട്ടുണ്ടെന്ന് പറയൂ എന്ന് പറഞ്ഞപ്പോൾ ഭീഷ്മർ ആചാര്യനോടുള്ള ബഹുമാന പുരസ്സരമായിട്ട് സൽക്കാരങ്ങളെ പൂജകളോടൊക്കെ കൂടിയിട്ടാണ് അദ്ദേഹം വന്ന് സ്വീകരിക്കുന്നത്. മര്യാദയൊക്കെ കാട്ടിക്കൂട്ടുണ്ട്. ഇപ്പോൾ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിന്റെ ഈ മര്യാദ സ്വീകരിക്കാൻ വന്നതല്ല ഞാൻ. എനിക്ക് നിന്നോട് ആവശ്യപ്പെടാനുള്ളത്, നീ കാരണം അനാഥയായി തീർന്നിട്ടുള്ള ഒരു അബലയായിട്ടുള്ള ഒരു സ്ത്രീയുണ്ട്, അവളെ നീ ഏറ്റെടുക്കണം, അവളെ വിവാഹം കഴിച്ച് നീ രക്ഷിക്കണം. അത് ആവശ്യപ്പെടാനാണ് ഞാൻ വന്നത്. അപ്പോൾ അദ്ദേഹം അത് നിഷേധിച്ചു. ആചാര്യൻ പറഞ്ഞിട്ടും കേൾക്കാൻ തയ്യാറായില്ല. നീ ഇതിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ നീ എൻ്റെ അസ്ത്രങ്ങളെ കൊണ്ട് നിന്റെ ശരീരം കീറി മുറിച്ച് ഞാൻ ചെന്നായ്ക്കൾക്കും കുറുനരികൾക്കും കഴുകന്മാർക്കും ഇവിടെ അന്നമാക്കി ഇട്ടുകൊടുക്കും. നിനക്കറിയില്ലേ ഞാൻ ആരാണെന്ന്? 21 വട്ടം ഭൂമിയിലെ ക്ഷത്രിയന്മാരെ ഉന്മൂലനം ചെയ്തവനാണ് എന്ന് പറഞ്ഞ് പരശുരാമൻ, ആചാര്യൻ, ഗുരു ഇദ്ദേഹത്തെ വെല്ലുവിളിച്ചപ്പോൾ തിരിച്ച് അതിനേക്കാൾ പരിഹാസപൂർവമായിട്ട് ഭീഷ്മർ പറയുന്ന വചനങ്ങൾ നിങ്ങൾക്ക് മഹാഭാരതത്തിൽ കാണാം. അങ്ങ് 21 വട്ടം ഭൂമിയിൽ രാജാക്കന്മാരെയൊക്കെ നശിച്ചപ്പോൾ അന്ന് ഭീഷ്മർ ജനിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ? ആളില്ലാത്ത പോസ്റ്റിൽ ഗോളടിച്ച ആളാണ് അങ്ങ് എന്നർത്ഥം. എന്നെ പോലെ ഒരു വീരനെ അങ്ങ് നേരിട്ടിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങേക്ക് അവരെയൊക്കെ കൊല്ലാൻ പറ്റിയ. വാസ്തവത്തിൽ കാർത്തവീര്യാർജുനൊക്കെ ഭീഷ്മരുടെ എത്രയോ ഇരട്ടിയുള്ള ആളാണ്. രാവണനെ നിലയ്ക്ക് നിർത്തിയ ആളാണ് കാർത്തവീര്യാർജുനൻ. ആ കാർത്തവീര്യാർജുനനെ കൊന്ന ആളാണ് പരശുരാമൻ. അദ്ദേഹത്തെയാണ് ഈ നിസ്സാരനായിട്ട് വെല്ലുവിളിക്കുന്നത്. അന്ന് ഭീഷ്മരുണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്നോട് കളിച്ചാൽ വിവരമറിയും. അങ്ങയുടെ ശരീരത്തെ ഞാൻ എൻ്റെ അസ്ത്രങ്ങളെ കൊണ്ട് കീറി മുറിച്ച് ഛിന്ന ഭിന്നമാക്കിയിട്ട് കഴുകന്മാർക്കും കുറുനരികൾക്കും ഭക്ഷണമാക്കി കൊടുക്കും എന്ന് തിരിച്ച് അതേ വാക്കുകൾ പറഞ്ഞ ആളാണ്. നല്ല ഗുരുത്വം ഉള്ള ആളാണ് ഭീഷ്മർ. അങ്ങനെ യുദ്ധം ആരംഭിക്കുകയാണ്. അവർ തമ്മിൽ വെല്ലുവിളിച്ച് പരസ്പരം യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിൽ പരശുരാമന് പ്രായമായിരുന്നുവല്ലോ, അതുകൊണ്ടുള്ള തളർച്ചയൊക്കെ അദ്ദേഹത്തിനുണ്ടായി. യുദ്ധത്തിൽ പരാജയപ്പെടുമോ എന്നുള്ള ശങ്ക വരെയായി. അപ്പോഴാണ് അദ്ദേഹം യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് മതിയാക്കി, എന്നെ കൊണ്ടാവില്ല എന്ന് പറഞ്ഞ് ശിഷ്യനോട് സലാം പറഞ്ഞ് അമ്പയോടും നീ നിന്റെ വഴി നോക്കിയോ, എന്നെ കൊണ്ടായില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം യഥാർത്ഥത്തിൽ പരാജിതനായിപ്പോയി. അപ്പോൾ ഗുരുവിനെ, ആചാര്യനെ പരാജയപ്പെടുത്തിയ, ഗുരുവിൻ്റെ ശാപം നേടിയ അഹങ്കാരിയാണ് ഭീഷ്മർ എന്ന് പറഞ്ഞുകൂടെ നമുക്ക്? അങ്ങനെ അമ്പ ഒരു ഗതിയുമില്ലാതെ ഭീഷ്മരെ ശപിച്ചുകൊണ്ട്, ഈ ഭീഷ്മരെ വധിക്കാൻ തന്നെ കാരണമായി തീരാനായിക്കൊണ്ട് അഗ്നിയിൽ ചാടി ആത്മഹത്യ ചെയ്തു, ദേഹഹത്യ ചെയ്തു. ആ അമ്പയാണ് പിന്നീട് ദ്രുപദന്റെ പുത്രിയും പുത്രനുമല്ലാതെ നപുംസകമായിട്ട് ശിഖണ്ഡിയായിട്ട് ജനിക്കുന്നത്. ഈ ഭീഷ്മരുടെ മരണത്തിന് കാരണമാകുന്നത് ആ ശിഖണ്ഡിയാണ്. ആ ശിഖണ്ഡിയെ മുൻനിർത്തിയാണ്, നപുംസകമായ ആണും പെണ്ണും പോലെയുള്ള ആ ശിഖണ്ഡിയെ മുൻനിർത്തിയാണ് അർജുനൻ അസ്ത്രം പ്രയോഗിക്കുന്നത്. അപ്പോൾ ആ അമ്പയുടെ ശാപം ഏറ്റുവാങ്ങി, പരശുരാമന്റെ ശാപം ഏറ്റുവാങ്ങി, കാശിരാജാവിന്റെ ശാപം ഏറ്റുവാങ്ങി, സാൽവന്റെ ശാപം ഏറ്റുവാങ്ങി. ഇങ്ങനെ ശാപങ്ങളുടെ നിരകളാണ് അദ്ദേഹം ഏറ്റുവാങ്ങിയിട്ടുള്ളത്. അങ്ങനെ വിചിത്രവീരനെയും അംബിക അംബാലികമാരെയും വിവാഹം കഴിച്ചു. പിന്നീടുള്ള കഥ നാളെ പറയാം. ഇതുവരയ്ക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ പറഞ്ഞ കഥയൊക്കെ ഞാൻ പറഞ്ഞതിൽ ധർമ്മമുണ്ടോ, യുക്തിയുണ്ടോ, ശരിയാണോ? അങ്ങനെയല്ലേ നമ്മൾ ഈ കഥയെ കാണേണ്ടത്? അതോ ആളുകൾ പൊടുപ്പും തൊങ്കലും വെച്ച് ഒരു തരത്തിലും യോജിക്കാത്ത രീതിയിൽ, യുക്തിയില്ലാതെ, ധർമ്മമില്ലാതെ എന്തെങ്കിലും വെട്ടിത്തരങ്ങൾ പറഞ്ഞ് ന്യായീകരിക്കുന്ന, ഭീഷ്മരെ ദിവ്യവൽക്കരിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്തതൊക്കെ ശരി എന്ന് പറയുന്ന ആ ഒരു സമ്പ്രദായം ശരിയാണോ എന്ന് ആലോചിക്കുക. ഭീഷ്മരെ ന്യായീകരിക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് ആകെ കൂടി ഏത് ഭീഷ്മരെ നമുക്ക് ബഹുമാനിക്കാം? ഇപ്പോൾ ഈ ശരശയ്യയിൽ കിടക്കുന്ന പശ്ചാത്താപ വിവശനായ, അദ്ദേഹത്തിൻ്റെ മറഞ്ഞുപോയ ജ്ഞാനം മുഴുവൻ പ്രകാശിക്കുന്ന, അനുഭവത്തിൽ നിന്നും പാഠം പഠിച്ച
ആ ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മർ പിതാമഹൻ, അദ്ദേഹത്തെ നമുക്ക് ബഹുമാനിക്കാം. അദ്ദേഹം ഇപ്പോൾ ഭക്തനായി കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പാപങ്ങളെല്ലാം കഴുകി കളഞ്ഞു കഴിഞ്ഞു, ശുദ്ധനായി കഴിഞ്ഞു. ആ ശുദ്ധനായ ഭീഷ്മരെ നമുക്ക് വിനയാന്വിതരായിട്ട് നമുക്കെല്ലാം നമസ്കരിക്കാം. പക്ഷേ ശരശയ്യയിൽ വീഴുന്നത് വരെയുള്ള ഭീഷ്മരെ നമുക്കൊരിക്കലും ന്യായീകരിക്കേണ്ട കാര്യം ഇല്ല. അദ്ദേഹം ദിവ്യനാണ്, 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 ദിവ്യനാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ ദിവ്യത്വം നമ്മൾ കണ്ടു. ദേവൻ അഷ്ടവസുക്കളിൽ ഒരാളായിരുന്ന ആൾ ശാപം കൊണ്ട് വന്നതാണെന്ന് കണ്ടു. അതോടുകൂടി ആ ദിവ്യത്വത്തെ നമുക്ക് തൽക്കാലം മാറ്റിവെക്കാം. ശാപം കൊണ്ട് വന്ന ആളാണ്. ദിവ്യനാകുന്നത് ശരശയ്യയിൽ കിടന്നുകൊണ്ടാണ്. അല്ലാതെ അദ്ദേഹം ഭക്തനാണ്, ഭഗവാന് പ്രിയപ്പെട്ട ആളാണ്. എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? ഭക്തൻ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഗീതയിൽ. ഭക്തന്റെ ലക്ഷണങ്ങൾ ഭക്തൻ എന്തൊക്കെയാണ് ഭഗവാനോട് ചെയ്യുക, അതൊന്നും പാലിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഭക്തനാണെന്ന് സ്ഥാപിക്കുക? നമ്മൾ ഏത് രീതിയിലാണ് ഭീഷ്മർ ഒരു നല്ല ഭക്തനാണെന്ന് ഈ മഹാഭാരത യുദ്ധത്തിന് മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളെ വെച്ചുകൊണ്ട് എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. വലിയ ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പ് അടയ്ക്കാതെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് നാളെ തുടർന്ന് കാണാം. ചിന്തിക്കുക. നിങ്ങൾ ചിന്തിക്കാനുള്ള വിത്ത് മാത്രമേ തന്നിട്ടുള്ളൂ. മുളയ്ക്കട്ടെ. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം. വൈകിട്ട് കാണാം. നാരായണീയം. ഹരി ഓം. ഹരി ഓം.